കർത്താവിൻ്റെ മഹത്വമുള്ള നാമം മഹത്വപ്പെടട്ടെ. May the glorified name of the Lord be praised this evening. ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ തുടരുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നുവല്ലോ. And the Holy Spirit is allowing us to continue in this presence. ഈ രാത്രി കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ ശ്രേഷ്ഠരായ കർത്തൃദാസന്മാരെ ഓർക്കുന്നു, ദൈവമക്കളെ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. I'm very happy and I remember all of you and greet all of you, servants of God, and all the people that are gathered here this evening. ഒരു പ്രതീക്ഷയുമില്ലാത്ത ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We live in a world with no expectation, no hope. നമുക്ക് സന്തോഷിക്കുവാൻ വകയുള്ള ഒരേ ഒരു സ്ഥലം ദൈവസന്നിധി മാത്രമാണ്. And only the presence of God is the one place where we find happiness. രണ്ടാം ലോക മഹായുദ്ധം സംബന്ധിച്ച് ബ്രിട്ടന്റെ കാലത്തെയും മഹാനായ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ വോളിയങ്ങളായി എഴുതിയ ഒരു പുസ്തകമുണ്ട്. And there's a book that the Prime Minister of Great Britain wrote during World War II. ആ പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് The Gathering Storm, ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ എന്നൊരു തലക്കെട്ടിലാണ്. And so in his first chapter he wrote, it's entitled The Gathering Storm. യഥാർത്ഥത്തിൽ ലോകത്തെ ശ്രദ്ധിക്കുന്ന ആർക്കും അറിയാം, വല്ലാത്ത കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. And if you pay attention to the world today, you know we live in a world where it is a gathering storm. മനുഷ്യർ വലിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും പ്രതീക്ഷകളേറെക്കുറെ അസ്തമിച്ച ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. While man is claiming many accomplishments, there are many hopes that are being lost. 20ാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ 21ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് കുത്തിയിട്ട് 25 വർഷമാകുന്നുള്ളൂ. And it's only been several years since we've stepped from the 20th century into the 21st century. 2000 മുതൽ 2025 വരെയുള്ള 25 വർഷത്തെ സൂക്ഷിച്ചു പഠിക്കുന്ന ആർക്കും അറിയാം, if you study the last 25 years of this century, വല്ലാത്ത വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We live in a world of many worried anticipations. 2000 ശേഷമാണ് ഓസോൺ പാളിയുടെ സുഷിരത്തെക്കുറിച്ച് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. And so since 2000 the papers are now reporting more about the deterioration of the ozone. 2000 ശേഷമാണ് ഹിമാലയൻ മഞ്ഞുമലകൾ ഉരുകുന്നതിന്റെ വാർത്തകൾ നാം അറിയാൻ തുടങ്ങി. Now we're hearing since 2000 about the ice melting on the Himalayas. 2000 ആണ്ടിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ 8.8 മേളിലുള്ള ഭൂകമ്പങ്ങൾ, സുനാമി ഉൾപ്പെടെയുള്ളവ ലോകത്തിൽ സംഭവിക്കുവാൻ ആരംഭിച്ചു. And since 2000 there are more frequent earthquakes above 8.8 on the Richter scale. അപ്പോൾ തന്നെ 2000 ശേഷം ഏതെല്ലാം വൈറസുകളാണ് ലോകത്തെ വല്ലാതെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത്. Since 2000 how many different viruses have hit the world? എനിക്ക് തോന്നുന്നു 17 എണ്ണം ഇങ്ങനെ 25 വർഷത്തിനകത്ത് ആക്രമിച്ച ഒരു ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. And so in this last 25 years at least 17 of them have taken over the world. അതിന്റെ പേരുകൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നഴ്സുമാരൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ പേരുകളെല്ലാം തന്നെ അറിയാം. And those of you who work in medical know the names of all these viruses, or you're familiar with them. സാർസ്, മെർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, യെല്ലോ ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, നോറ വൈറസ്, സിക്ക വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ് തുടങ്ങി ലോകത്തിലെ 215 രാജ്യങ്ങളെ മുഖംമൂടി അണിയിച്ച കോവിഡ് ഉൾപ്പെടെ 17 viruses. And we know from COVID on with all the many other viruses out there that have taken over the world. എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We are living in a very troubled world. ഞാൻ ഇന്ന് രാത്രി കുറെ കണക്കുകൾ നിരത്തി നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടിയല്ല പറഞ്ഞത്. I didn't say all these things to make your mind restless. മഹാനായ അബ്രഹാം ലിങ്കൻ പറഞ്ഞ ഒരു വാക്ക് ഓർമ്മയിലുണ്ട്. And I remember a word said by the president Abraham Lincoln. അന്ധകാരത്തെ പഴിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. And there's no point of hating the darkness. ഒരു തിരി കത്തിച്ചാൽ മതി. You just need to light a candle. അവിടുത്തെ ഇരുട്ട് മാറും. യഥാർത്ഥത്തിൽ ലോകത്തിന്റെ ഇരുട്ട് മാറ്റാൻ ഒറ്റയൊന്നിന് മാത്രമേ കഴിയത്തുള്ളൂ. അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണല്ലോ ദൈവസന്നിധിയിൽ ആനന്ദിക്കാൻ ഇന്ന് രാത്രി നമ്മെ പ്രാപ്തമാക്കുന്നത്. Truly there is only one thing that can take away the darkness of the world, and it is that hope that brings us happiness today. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന് പ്രതീക്ഷ നൽകുവാൻ കഴിയൂ. Only the gospel can give man hope and anticipation. ഇന്ന് രാത്രിയിൽ നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് നിറഞ്ഞ സന്തോഷത്തോടു കൂടെ ആയിരിക്കും. Let us sit in the presence of God this evening overflowing with happiness. കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക തീമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്
പറഞ്ഞുകൊണ്ടാണ് ഈ തിരുവചന ശുശ്രൂഷകൾ ഞാൻ ആരംഭിച്ചത്. And the other day I started this meditation of scripture with a specific theme. അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഈ രാത്രിയിലും സംസാരിക്കുവാൻ താല്പര്യം. And so from there I would also like to start tonight. നാം കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞ ദൈവവചനം നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. And I know the word that was spoken last night is still in your memory. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലത് പിടിച്ചെടുക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം We സംസാരിച്ചത്. spoke about from Matthew chapter 11 verse 12 by taking things by force. ദൈവരാജ്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി. We studied about the kingdom of heaven. ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പറഞ്ഞ 13 ഉപമകളെക്കുറിച്ച് നാം അറിഞ്ഞു. We talked about the 13 parables Jesus talked about the kingdom of അതിനകത്ത് heaven. 5 കൃഷിയുമായി ബന്ധപ്പെട്ടാണെന്നും 4 പണവുമായി ബന്ധപ്പെട്ടാണെന്നും 2 ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണെന്നും 2 വിരുന്നുമായി ബന്ധപ്പെട്ടാണെന്നും 1 മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടാണെന്നും ഒക്കെ നാം And ചിന്തിക്കുവാനിടയായി. we spoke about the different categories all these parables fell into. അപ്പൊ തന്നെ ദൈവരാജ്യത്തിൽ ഒരാൾ കടന്നു വരുമ്പോൾ അവർക്ക് അതിനകത്തുനിന്ന് ചിലത് അവകാശമാക്കുവാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യതയുണ്ടെന്ന് നാം മനസ്സിലാക്കി. And so we understood that to inherit something from the kingdom of heaven, prayer has a great importance. ദൈവരാജ്യത്തിലെ പ്രാർത്ഥനകൾ ഒരിക്കലും പാസീവ് ആകരുത്, അതെപ്പോഴും ആക്റ്റീവ് ആകണം എന്ന് നാം ചിന്തിക്കുവാനിടയായി. And we studied that in the kingdom of heaven, prayer should never be passive but active. ആക്റ്റീവായ പ്രാർത്ഥനയുടെ 2 പ്രത്യേകതകൾ ലൂക്കോസ് 21:36 നിന്നും യോഹന്നാൻ 17:15 നിന്നും നാം മനസ്സിലാക്കി. And we from John 17 and Luke chapter 16 we studied the importance of prayer. പ്രാർത്ഥിച്ചാൽ ചിലത് ഒഴിഞ്ഞു പോകുമെന്ന് നമുക്ക് മനസ്സിലായി. When we pray, we are able to escape something. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവർ ചിലതിനകത്ത് അകപ്പെടത്തില്ല എന്നൊക്കെ നാം And we മനസ്സിലാക്കി. studied those who pray, they will not fall into things. പക്ഷെ ദൈവരാജ്യത്തിൽ വരുമ്പോൾ But when you come to the kingdom of heaven, നമ്മുടെ പ്രാർത്ഥനയ്ക്കപ്പുറത്ത് നമ്മുടെ പ്രസംഗത്തിനപ്പുറത്ത് നമ്മളുടെ മറ്റെല്ലാ അനുഭവങ്ങളെക്കാളും ദൈവം ശ്രദ്ധിക്കുന്നത് നമ്മുടെ മനോഭാവത്തെയാണ് എന്നാണ് നാം കഴിഞ്ഞ രാത്രി ചിന്തിച്ചത്. but when we come to the kingdom of heaven, more than our prayer, more than our preaching, God is looking at our mindset. ആര് ദൈവരാജ്യത്തിൽ ഉപയോഗിക്കപ്പെടുവോ അവരുടെ എല്ലാ മനോഭാവത്തെ ദൈവം അളക്കും. And so whoever wants to be used in the kingdom of heaven, God measures their mindset. നാം അതിന് ഉദാഹരണമായിട്ട് കൊണ്ടുവന്നത് യാക്കോബിനെ ആയിരുന്നു. And so we brought as an example Jacob. യാക്കോബ് യഥാർത്ഥത്തിൽ ഒരു ബലാത്കാരി തന്നെയാണ്. And so many times he was a servant. അമ്മയുടെ ഉദരത്തിൽ വെച്ച് സ്വന്തം സഹോദരനുമായിട്ട് അവൻ മസിൽ പിടിച്ചു. And so he was wrestling with his own brother in his mother's womb. ഇറങ്ങി വന്നപ്പോൾ അപ്പനുമായിട്ട് മസിൽ പിടിച്ചു. When he came out of the womb, he's fighting with his father. അത്യാവശ്യം അമ്മായിപ്പനുമായിട്ട് മസിൽ പിടിച്ചു. And he also fought with his father-in-law. ഭാര്യമാരുമായിട്ട് കണക്കില്ലാതെ മസിൽ പിടിച്ചു. And then he fought also with his wives. പിള്ളാരുമായിട്ടും കുഴപ്പമൊന്നുമില്ലാതെ മസിൽ പിടിച്ചു. And so he also fought with his children. അതേ മനോഭാവത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് And വരികയാണ്. so he came with that same mindset to God. അദ്ദേഹത്തിന് ബലം പ്രയോഗിച്ച് പരിചയമുള്ള ആളാണ്. Because he is so used to doing things by force. പക്ഷെ ദൈവരാജ്യത്തിൽ പരിചയങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. But in the kingdom of heaven, your familiarity doesn't matter. ഞാൻ 31 വർഷമായി ഇപ്പൊ പ്രസംഗിക്കാൻ ആരംഭിച്ചു. Now 31 years I've started preaching. ഞാൻ എന്റെ 11-ാമത്തെ വയസ്സിൽ ഈ പ്രസംഗം ആരംഭിച്ചു. I started preaching at age 11. പക്ഷെ ഇന്ന് രാത്രി ഇവിടോട്ട് കയറുമ്പോഴും എന്റെ ഹൃദയം ഇങ്ങനെ ഇടുക്കിയ. And even to this day, as I come onto the stage to preach the word, my heart still pounds. കാരണം എനിക്കറിയാം എന്റെ പരിചയത്തിൽ നിന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒന്നിന്റെ മുമ്പിലല്ല ഞാൻ ഇന്ന് രാത്രി വന്ന് നിൽക്കുന്നത്. Because I know I cannot do this just by my familiarity. ആരെങ്കിലും ചിന്തിക്കുക എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിവെന്ന് വിചാരിച്ചാൽ അത് വെറും അബദ്ധമാകട്ടോ. If you think that you can just do things by your own, you're just thinking foolishness. ദൈവരാജ്യത്തിൽ കടന്നു വരുന്ന ഒരാളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇപ്പൊ ജനിച്ച ശിശുക്കളെ പോലെ വേണം ദൈവരാജ്യത്തിൽ. And what God expects for people to be used in his kingdom to be like just born children. ഹല്ലേലൂയ. Amen. ദൈവത്തിന്റെ സ്തോത്രം. മനോഭാവത്തെ ദൈവം അളക്കും. So God is measuring the mindset. ദൈവം അവനോട് ചോദിക്കുക നിന്റെ പേരെന്താന്ന്. And he's asking Jacob, what's your name? അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു പേരറിയത്തില്ലേ. And we're asking God, don't you know my name? അപ്പൊ ദൈവം പറഞ്ഞു എനിക്ക് അവന്റെ പേരൊക്കെ അറിയാം. But God is saying, I know his name. പിന്നെ ഞാൻ ചോദിക്കാൻ കാര്യം The reason I'm asking, കുറെ നാൾ മുമ്പ് ഇവന്റെ അപ്പൻ ഇവന് പേരിട്ട് ഇവന്റെ അപ്പൻ ഇവനോട് പേര് ചോദിച്ചത്. and so a few months before, the father who named him also asked him what his name is. പേരിട്ട അപ്പനോട് സ്വന്തം പേര് തെറ്റിച്ച് പറഞ്ഞവനായി ഇവൻ. This is the same person that messed up his name in front of his father. എനിക്കറിയണം ഇവന്റെ ലൈഫ് ആ പഴയ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടോ എന്ന് I need to know that if his old nature, his old character has changed. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ
മനോഭാവത്തിന് വലിയ പ്രാധാന്യതയുണ്ട്. Dear children of God, if you want to receive anything from God, your mindset has great importance. പ്രസംഗിക്കുന്ന അനീഷ് പാസ്റ്റർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ മനോഭാവം അറിയത്തില്ല. Pastor Anish does not know your mindset. പാസ്റ്റർ ഇവിടെ രണ്ട് സഭകൾ, അനുഗ്രഹിക്കപ്പെട്ട രണ്ട് സഭകൾ, ആ രണ്ട് സഭകൾക്ക് നേതൃത്വം നൽകുന്ന ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർ ഇവിടെ വന്നിരിപ്പുണ്ട്. And the servants of God who pastor the two churches here in Arizona are here. ഒരുപക്ഷെ ജിമ്മി പാസ്റ്റർക്കോ മനു പാസ്റ്റർക്കോ ഒന്നും നിങ്ങളുടെ മനോഭാവം Maybe അറിയണമെന്നില്ല. Pastor Jimmy or Pastor Manu doesn't know your mindset. പക്ഷേ നമ്മുടെ മനോഭാവം അറിയാവുന്ന ഒരാളെടുക്കലാണ് നമ്മൾ But വന്നിരിക്കുന്നത്. there is someone here who knows your mindset. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് 5 അളവുകളെ കുറിച്ച് പറയുമെന്നൊക്കെയാ പറഞ്ഞത്. Yesterday I spoke to you about 5 measurements. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു വീക്കെൻഡ് കൂടെ നിങ്ങൾ കൺവെൻഷൻ നടത്തണമെന്ന് എനിക്ക് But if തോന്നുന്നു. I need to go into that, I need another weekend of a convention, I think. കാരണം ഞാൻ ഇങ്ങനെ ദൈവസന്നിധി ഇന്നത്തെ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മനോഭാവത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ദൈവം എന്നെ സമ്മതിക്കുന്നേ ഇല്ല. And so as I was praying and meditating about the message tonight, he's not letting me move forward on this topic of mindset. ഞാൻ ഇങ്ങനെ മനോഭാവത്തെ കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇടിവെട്ട് പോലെ വന്ന ഒരു വാക്യമാണ് മത്തായി 26:10. And so as I was meditating, the verse that came like thunder to me was Matthew chapter 26 verse 10. ഒറ്റ വാക്കേ ഉള്ളൂ, ജീസസ് അവെയർ ഓഫ് ദിസ്, യേശു അത് അറിഞ്ഞു. And one word that's mentioned there is Jesus is aware of it. ഞാൻ അതിനെ വളരെ ലളിതമായിട്ട് പറയാം, നമ്മുടെ മനോഭാവത്തെ മറ്റാരറിഞ്ഞില്ലേലും, ഹലോ Hallelujah. മറ്റാരറിഞ്ഞില്ലേലും ആരറിയും? സ്തോത്രം. If no one else knows our mindset, there's one person who knows our mind. 4 സുവിശേഷകന്മാരിൽ 3 പേരും പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഇതിന്റെ പശ്ചാത്തലം So the നിങ്ങൾക്കറിയാം. story behind Matthew 26:10 is mentioned in 3 out of the 4 Gospels. മത്തായി 26:10 അത് എഴുതിയിട്ടുണ്ട്. And it's Matthew 26:10. മർക്കോസ് 14:3 എഴുതിയിട്ടുണ്ട്. And Mark 14:3. യോഹന്നാൻ 12:1 And എഴുതിയിട്ടുണ്ട്. John chapter 12 verse 1. യോഹന്നാൻ 12:1 വരുമ്പോൾ യഥാർത്ഥത്തിൽ അത് വളരെ ക്ലിയർ ആകുകയാണ് നമുക്ക്. And in John we see this situation more clearly. പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് And 6 days before the Passover. കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിൽ And at the home of Simon. കുറഞ്ഞത് 17 പേരിരിക്കുന്ന ഒരു സദസ്സ്. And it's a presence where at least there's 17 people. യേശുവുണ്ട്, Jesus is there. 12 The ശിഷ്യന്മാരുണ്ട്, 12 disciples are there. മാർത്തയുണ്ട്, മറിയുണ്ട്, ലാസറുണ്ട്, Mary, Martha, Lazarus are പിന്നെ there. ശീമോനുണ്ട്. And Simon is there. അങ്ങനെ നോക്കിയാൽ 17 പേര്. And with that count, about 17. പിന്നെ ശീമോന്റെ ഫാമിലി ഉണ്ടെങ്കിൽ അത് കൂടുതൽ And കാണുമായി. if Simon's family is there, maybe more. എന്താന്നേലും അവിടെ മറ്റാരും ചെയ്യാത്ത ഒരു കാര്യം മറിയ ചെയ്തേ. And so Mary does something that no one else does. അത് കർത്താവ് അറിഞ്ഞെന്ന്. And Jesus knew it. ഇന്ന് രാത്രി ഇവിടെ എത്ര പേരുണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആരും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ ദൈവസന്നിധിയിൽ എന്തെങ്കിലും ചെയ്താൽ അതറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങൾ You and വന്നിരിക്കുന്നത്. I are in the presence of God, that even if no one else knows what you do, He knows. ദൈവസന്നിധിയിൽ വരുന്നവർക്ക് കുറഞ്ഞ പക്ഷം ഒരു ബോധം വേണം, ആരും അറിഞ്ഞില്ലേലും കർത്താവിനെ അറിയുമെന്നുള്ളത്. When you come to God's presence, have the mindset, even if no one knows, God knows. എനിക്ക് കർത്താവിനോട് ചോദിക്കാനുണ്ട്, മറിയ അങ്ങക്ക് എത്ര അറിയാം? And so I wanted to ask God, how much do you know Mary? അപ്പൊ എന്നോട് പറഞ്ഞു, മറ്റാരെക്കാളും എനിക്ക് അവളെ മനസ്സിലായി. And so more than anyone else, I understand her. 3 അറിവുകൾ മറിയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. God is telling 3 things as understanding of Mary. യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ ഒരാൾ വരുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ 3 ദൃഷ്ടാന്തങ്ങളാണ് ആ 3 അറിവുകൾ. And those 3 things are 3 symbolic illustrations that God knows about people. ഒന്നാമത്തെ കാര്യം ലൂക്കോസ് 10:39 എഴുതിയിരിക്കുന്നത്. And in Luke chapter 10, it says the first thing. 10:39 ലൂക്കോസ് 10:39 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് വചനം കേട്ടുകൊണ്ടേയിരുന്നു. And Luke chapter 10:39 says that Mary sat at the feet of Jesus and listened to the word. ഞാൻ മറിയോട് ചോദിച്ചു, നിന്റെ ഓൺ സിസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, And so I've asked Mary and said, your own sister and others are doing other things. ഞങ്ങളും അങ്ങനൊക്കെ തന്നെയാ ദൈവസന്നിധി. And we are also like that in the presence of ഞങ്ങൾ God. വന്നിരുന്ന് പാട്ടൊക്കെ പാടി വെച്ച് ഞങ്ങള് ഇടയ്ക്ക് വാട്സപ്പ് ഒക്കെ നോക്കും പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നതിന്. And so we come and we sing, and sometimes we look at our phone. പാസ്റ്റർമാരൊന്നും കാണാതെ ഇത് നോക്കാൻ ഞങ്ങൾക്ക് വിദഗ്ധമായിട്ട് അറിയാം. And so pastors know that we are looking.
നിന്റെ ഓൺ സിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പോയി ഭയങ്കരമായിട്ട് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നീ ഇതൊന്നും ശ്രദ്ധിക്കാതെ മൊബൈൽ ഓഫ് ചെയ്തു വെച്ചു എന്തുകൊണ്ടാണ് ഈ വചനം മാത്രം കേട്ടോണ്ടിരിക്കുന്നത്? While your sister is working, you've put everything to the side and you're listening to the word. അപ്പൊ മറിയനോട് പറഞ്ഞു, വചനത്തിനു മാത്രമേ ജീവിതത്തെ മാറ്റാൻ കഴിയത്തുള്ളെന്ന് മനസ്സിലായപ്പോൾ മുതൽ മറ്റെന്തിനെക്കാട്ടിലും പ്രാധാന്യത ഞാൻ വചനം കേൾക്കുന്നതിന് കൊടുക്കാൻ തുടങ്ങി. And so Mary is saying, once I understood that only the word can change me, it is the word that I gave the most importance to. ഞാൻ ഇന്നലെ പറഞ്ഞു 17 കൂട്ടം കാര്യം ചെയ്യാൻ പറ്റും കരുത്തുള്ള വചനത്തിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. I spoke to you yesterday about the word and the 17 different things at least the word can do to you. അതിനകത്ത് ഒരു കാര്യമാണ് നമ്മുടെ സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്യാൻ വചനത്തിന് കഴിയും. And one of those things is that the word can change our situations. നിങ്ങൾ ഏത് ഡെഡ് സിറ്റുവേഷനിലായിരിക്കുന്നെങ്കിലും ഏത് കല്ലറയ്ക്കകത്തായിരിക്കുന്നതെങ്കിലും ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച വചനത്തിന് നിങ്ങളുടെ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ കഴിയും പ്രിയപ്പെട്ടവരെ. No matter what dead situation or what grave that your situation is in, it is the word that raised Jesus from the grave that can change your situation. ഇതാ ദൈവസന്നിധിയുടെ ഒരു പ്രതീക്ഷ. And this is the hope in the presence of God. അതിരാവിലെ ഒരു ഇരുട്ടത്ത് കല്ലറയിലോട്ട് ഓടി വരുവാണ്. And early in the morning they're coming to the grave. കഴിഞ്ഞ രാത്രി അവർ കണ്ട അവസാനത്തെ കാഴ്ച. And the last thing they saw the previous night, ഒരു വലിയ കല്ലറ മുമ്പിൽ ഉരുണ്ടിരിക്കുന്നത് a അവർ great കണ്ടത്. stone was rolled over. അതിന്റെ മുമ്പിൽ ഒരു മുദ്ര അവർ And there കണ്ടു. was a seal on that stone. ഇത്രയും തടസ്സം കണ്ടിട്ടും ഇന്ന് രാവിലെ അവർ ദൈവസന്നിധി But വന്നിരിക്കുക. even with this mountain of a problem, they still Yes. came in the morning. പല തടസ്സങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കാൻ വന്നിരിക്കുന്ന ചിലരോട് ഞാൻ പറയുകയാ, തടസ്സത്തിന്റെ ചില കല്ലുകൾ ഈ രാത്രി നിന്റെ മുമ്പിൽ ഉരുണ്ടു മാറാൻ പോവോ. I'm telling those who came here with many obstacles in their life that God is going to roll that away. എത്ര പേർക്ക് രാത്രി ഉറപ്പുണ്ട്? How many of you are sure of that? നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഒരു ഉയർപ്പ് അനുഭവിച്ച ദൈവം നിങ്ങളെ ഇവിടെ നിന്ന് വിടത്തുള്ളൂ. When God takes you out of here tonight, He is going to give you a resurrection. യെസ്, ഭയങ്കര ദൈവസാന്നിധ്യത്തെ എനിക്ക് മനസ്സിലാകുന്നു. I understand the presence of God. ഏതൊക്കെയോ തടസ്സത്തിന്റെ മുദ്രകളെ കണ്ടുകൊണ്ട് അന്താളിച്ചിരിക്കുന്ന ചിലരോട് ഇന്ന് രാത്രി ഞാൻ പറയുകയാ, ഈ ഡോറിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഉയർപ്പിന്റെ വ്യാപാര ശക്തി നിങ്ങളുടെ മേൽ You are വ്യാപരിക്കും. sitting here being afraid of the seal that's on your problem, but when you leave here today, it's going to be broken for you. എത്ര നാളായിട്ട് കയറിയിരിക്കുന്ന തടസ്സമാണെങ്കിലും No matter how long this obstacle, ആ തടസ്സത്തെ തകർക്കാൻ കരുത്തുള്ളതാ ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്ന വചനമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളെ. how many of you believe that word can break that obstacle? Hallelujah. 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 അപ്പം മറിയുടെ ഒന്നാമത്തെ മനോഭാവം, So what's the first mindset of Mary? അവക്ക് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് വചനത്തിനാണ്. So the most important thing for her was the word of God. അതുകൊണ്ട് വചനം അവൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? So what did she do with the word? കേട്ടുകൊണ്ടിരുന്നു. See, she continued to listen. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട ഒന്നാണെന്ത്? വചനം കേൾക്കണം. So the most thing that you need to listen to the most in your Christian walk is the ഞാൻ word. ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളാണ്. I am someone that travels a lot. എൻ്റെ ഒരു വണ്ടി തന്നെ 2 വർഷത്തിനകത്ത് 1,00,000 കിലോമീറ്റർ കൂടുതലായി. And so I put a lot of mileage on my vehicle. ഈ യാത്രയിലെല്ലാം മിക്കവാറൊക്കെ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യാറ്. And many times I'm traveling alone on my journeys. ഡ്രൈവിംഗ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്യുന്നതാ. Because I love driving, that's why I do it. ഞാൻ അങ്ങനെ യൂട്യൂബിലെ പ്രസംഗങ്ങൾ കേൾക്കാറില്ല. And so I don't typically listen to messages on YouTube. അത് പ്രസംഗം കേൾക്കാത്തത് മനഃപൂർവ്വം കേൾക്കാത്തതാ. And it's intentional that I don't do that. ഈ കേട്ടാൽ അത് എൻ്റെ തലയിൽ ഫോട്ടോ കോപ്പി പോലെ അങ്ങ് പതിയും. And so if I listen, it will just imprint like a photocopy in my mind. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക എൻ്റെ പിള്ളേർ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു വേണം പറയാൻ. If you ask me what grade my kids are in, I have to think again before I answer. പേര് ചോദിച്ചാലും അവരുടെ ചിലപ്പോൾ ഞാൻ മറന്നുപോകും. And even if you ask their names, I might forget. പിന്നെ ഞാനിങ്ങനാണല്ലോ എന്നൊക്കെ ചിന്തിച്ചു വന്നപ്പോഴാ മനുപാസ്റ്ററെ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടായി. And so when I thought I'm like this, when I saw Manu Pastor, then I got happy. സ്വത്രം പോട്ടെ. അപ്പം ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഈ പ്രസംഗം കേട്ടാൽ ഇതെൻ്റെ തലയ്ക്കകത്ത് കയറും.
And so once I hear a message, it just sticks in my mind. അത് പിന്നെ അടുത്ത പ്രസംഗത്തിൽ ചിലപ്പോൾ വന്നെന്നിരിക്കും. And so then it will come out in the next message maybe. വേറൊരാളത് കടമെടുക്കണ്ടെന്ന് കണ്ട് മനഃപൂർവ്വം പലപ്പോഴും പ്രസംഗം കേൾക്കാറില്ല. So I don't want to take someone else's message as a debt. I intentionally don't listen. പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ഓഡിയോ ബൈബിൾ കേട്ടോണ്ട് പോകും. But I do listen to the audio Bible. ഒരു യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് കുറേ ഞാൻ കേൾക്കും. And so on a journey, I listen to quite a bit of the audio Bible. ചിലപ്പോഴൊക്കെ ഈ നിരാശയുടെ അകത്തായി ഇത് കേട്ടോണ്ടിരിക്കുന്നതെങ്കിലുണ്ടല്ലോ ഒരു പ്രത്യേക ബലം അങ്ങോട്ട് കയറി. If I am listening in the midst of sorrow, it gives me a special strength. ദൈവസന്നിധിയിൽ വലിയ പ്രാധാന്യതയുള്ള ഒരു കാര്യമാണ് കേൾവിക്ക് വലിയ പ്രാധാന്യത. So listening, hearing is very important. കാരണം വിശ്വാസം വരുന്നത് കേൾവിയാലാണ്. Because faith and belief comes from listening. അതുകൊണ്ട് മറ്റ് ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം നിങ്ങൾ മറ്റ് ഡിസ്റ്റർബൻസിനെ എല്ലാം നിങ്ങൾ റിജക്ട് ചെയ്തേച്ച് ഇന്ന് രാത്രി നിങ്ങൾ തീരുമാനിക്കണം എപ്പം ദൈവസന്നിധി വന്നാലും ഞാൻ വചനം കേൾക്കും. So you need to put away all your distractions and obstacles and say, when I come to the presence of God, I'm going to listen to the word. അപ്പൊ ഒന്നാമത് അവൾ കേട്ടു. So first thing, she listened. എല്ലാരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. Say along together. ദൈവസന്നിധി വന്നാ എന്തോ ചെയ്യണം? What should we do in God's presence? പറ. ഇങ്ങനെയാണോ ചേർന്ന് പറഞ്ഞത്? ഉറക്കെ പറ പ്രിയപ്പെട്ടവരെ. കേൾക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? കേൾക്കണം. When there's the time to listen, we have to listen. ഇനി രണ്ടാമത്തെ കാര്യം ഒന്ന് നോക്കിക്കേ. Let's look at the second thing. ലൂക്കോസ് 10:39 അതെ നമ്മൾ അവൾ കേട്ടോണ്ടിരുന്ന കാര്യമാ പറയുന്നതെങ്കിൽ Luke chapter 10 verse 39. കേട്ട കാര്യമാ പറയുന്നതെങ്കിൽ ലൂക്കോസ് 11:29 ഒന്ന് വന്നേ. Luke chapter 11 verse 29. Sorry, John chapter 11. John chapter 11:29. John chapter 11:29. As soon as she heard that, she arose quickly and came to him. യേശുവിന്റെ ഇത് നമുക്കറിയാം, സംഭവം എന്താണെന്ന് നമുക്കറിയാം. അവളുടെ ഓൺ സിസ്റ്റർ മരിച്ചിരിക്കുക. ബ്രദർ മരിച്ചിരിക്കുക. We know this situation. Her own brother has passed away. എത്രാമത്തെ ദിവസമായി? Which day is it? 4ാമത്തെ ദിവസം. The 4th day. അപ്പോഴാണ് അവൾ അറിഞ്ഞത് യേശു ആ പട്ടണത്തിൽ വന്നിട്ടുണ്ട്. Then she found out that Jesus has come to her town. അവൾ ഓടി കർത്താവിന്റെ അടുക്കലോട്ട് വരിക. And then so she's coming and running toward Jesus. അപ്പോൾ കുറച്ചുപേര് തെറ്റിദ്ധരിച്ച് അവൾ കരയാൻ പോയതാണെന്ന് കണ്ട് അവരും വന്നു. And so some people misunderstanding, thinking that she's coming to cry to Jesus, they also went. എന്നിട്ട് അവൾ വന്നിട്ട് കർത്താവിനോട് ഒരു കാര്യം പറയാണ്. And so she's coming to Jesus and saying, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ല. Jesus, if you had been here, my brother would not have died. ഞാൻ മറിയോട് ചോദിച്ചു. So I asked Mary, നിന്റെ ബ്രദർ മരിച്ച പിന്നെ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന ആളാണോ യേശു? and so since your brother died, is Jesus the first one to come to your house? അവൾ പറഞ്ഞില്ല, ഞങ്ങളുടെ പാസ്റ്റേഴ്സ് എല്ലാം വന്നായിരുന്നു. But she said, no, our pastors all came. ഞങ്ങളുടെ വിശ്വാസികൾ മുഴുവൻ പേരും All ഉണ്ടായിരുന്നു. our believers came. ഞങ്ങളുടെ ചർച്ചെന്നും സകല ആളുകളും ഉണ്ടായിരുന്നു. All our church people came. ഞങ്ങളുടെ MLA ഉണ്ടായിരുന്നു. All our ministers and politicians came. ഞങ്ങളുടെ മന്ത്രി വന്ന് അനുശോചനവും പറഞ്ഞു. And our prime minister came and gave his condolences. ഞാൻ ചോദിച്ചു, ഇവരോട് ആരോടെങ്കിലും നീ പറഞ്ഞായിരുന്നോ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു? ഇവരോട് ആരോടെങ്കിലും But did you പറഞ്ഞായിരുന്നോ? tell any of them that came, if you had been here, my brother would not have died? അവള് പറഞ്ഞില്ല. ഇവര് പറയുന്നത് കേട്ട് കരഞ്ഞതല്ലാതെ ഇവരോട് ആരോടും ഞാൻ ഒരു വാക്ക് പോലും വാ തുറന്നു പറഞ്ഞില്ല. But she said, no, other than crying to them, I didn't say one word to them. അപ്പൊ ഞാൻ ചോദിച്ചു, ആരോടും പറയാത്ത കാര്യം എന്തിനാ യേശുവിനോട് പറഞ്ഞത്? And then so I asked her, why did you say this to Jesus that you said to no one else? അപ്പൊ അവള് പറയാ, ആരോടും പറയാൻ പറ്റാത്ത എന്തോ സങ്കടങ്ങളും ഏത് നൊമ്പരങ്ങളും ഉറക്കെ പറയാൻ പറ്റുന്ന ഒരിടവാ ദൈവസന്നിധി. Hallelujah. But she said, the presence of God is where the place I can say things that I cannot say to anyone else. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധി വന്ന കേട്ടാ മാത്രം പോരാ. Dear children of God, you cannot come to God's presence just to listen. ദൈവസന്നിധി വന്ന പറയേണ്ട സമയത്ത് പറയണം. When you come to his presence, you need to say what you need to say. ഇന്ന് രാത്രി ഉള്ളു തുറന്ന് നിങ്ങൾ പറഞ്ഞാൽ, if you open your heart and say, മനസ്സിലാകുന്ന എത്ര പേര് ഇതിനകത്ത് how many of you understand? Hallelujah. Praise the Lord. ആരോടും പറയാൻ പറ്റാത്ത സങ്കടമൊക്കെ. There's that sorrow that you can't tell anyone. ആ പഴയ പാട്ട് എത്ര മനോഹരമായ ഒരു പാട്ട്. How beautiful is that old song? എന്തു നല്ലൊരു സഖി യേശു. What a good friend that we have. ഇന്ന് രാത്രികാലം നമ്മുടെ ഏത് വേദനകളും ഉള്ളു തുറന്ന് പറയാൻ പറ്റുന്ന ഒരിടത്താ ഞാൻ വന്നിരിക്കുന്നതെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many of you believe I've come to the presence where whatever sorrow is in my heart I can share? ഒന്നുറക്കെ യേശുവെന്നൊന്ന് വിളിക്കാം. How can you cry out to Jesus? എത്ര പേര് ഇന്ന് രാത്രി ഉള്ളു തുറന്ന് യേശുവെന്നൊന്ന് വിളിക്കാൻ തയ്യാറാണ്?
Open your heart and cry out to Jesus. ഇല്ല, ആര് കെട്ടിപ്പൂട്ടി വെച്ച കല്ലറയാണെങ്കിലും ഏത് തടസ്സത്തിന്റെ കല്ലറയാണെങ്കിലും ഇന്ന് രാത്രി കാലം ചില മേഖലകളിൽ ജീവൻ പകരാൻ എന്റെ യേശു വന്നിട്ടുണ്ട്. Hallelujah. No matter what grave that is sealed, Jesus is here to break open that grave. ഞാനിപ്പോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. And as I am preaching, I'm hearing a sound. യേശു വന്നിട്ടുണ്ട് നിന്റെ അവസ്ഥ മാറ്റാൻ. Jesus is here to change your situation. എത്രപേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? How many of you are sure of that? ചുമ്മാതിരിക്കരുത്, വാ തുറന്ന് കർത്താവിനോട് പറ. Do not sit simply, but tell Jesus. പറയാനുള്ളതൊക്കെ കർത്താവിനോട് പറ. Tell Jesus what you need to tell ഉള്ളു him. തുറന്ന് കർത്താവിനോട് പറ. Open your heart and tell him. Hallelujah. Hallelujah. വാ തുറന്ന് യേശുവേ എന്ന് ഉറക്കെ വിളിക്കാൻ എത്ര പേര് Open your തയ്യാറാ? mouth and cry out to Are you Jesus. ready? Are you ready? Hallelujah. ഞാൻ പറഞ്ഞു വന്നത് ദൈവസന്നിധിയിൽ മനോഭാവത്തിന് വലിയ പ്രത്യേകതയുണ്ട്. I'm coming to tell you that your mindset has a great importance with God. എന്തെങ്കിലും ദൈവരാജ്യത്തിൽ പ്രാപിക്കണമെങ്കിൽ, If you want to receive anything in the kingdom of God, മിനിസ്ട്രിയിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ, if you want to be used in ministry, കർത്താവിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടണമെങ്കിൽ, if you want to be useful for his kingdom, നമ്മുടെ മനോഭാവത്തിന് വലിയ our പ്രത്യേകതയുണ്ട്. mindset has a great importance. ദൈവസന്നിധി വരുമ്പോൾ നാം അറിയണം, When we come to his presence, we need to know. കേൾക്കേണ്ടത് കേൾക്കണം, You need to listen what you have to listen to. പറയേണ്ടത് പറയണം. And what you need to say, you have to speak. ഇനി മറിയെ കുറിച്ചുള്ള മൂന്നാമത്തെ അറിവാ ഞാനിപ്പോ വായിച്ച യോഹന്നാൻ 12:1. And now we're going to tell the third thing about Mary in John chapter 12 verse 1. എല്ലാരും ഉള്ളിടത്ത് അവരാരും ചെയ്യാത്തതൊന്നും മറിയ ചെയ്യുകയാണ്. And so what no one else did, Mary did. എന്താ ചെയ്തത്? What did she do? ലളിതായിട്ട് പറഞ്ഞ സ്പ്രേ കുപ്പി പൊട്ടിച്ചേച്ച് ഉണ്ടായിരുന്ന പെർഫ്യൂം മുഴുവൻ കർത്താവിന്റെ കാൽക്കലോട്ട് To ഒഴിച്ചു. put it simply, she broke open her perfume bottle and put it all at Jesus' feet. എന്നിട്ട് എന്തോ എടുത്തു? And then what did she do? അവിടെ തലമുടി കൊണ്ട് അവന്റെ പാദം തുവർന്നു. And then with her hair, she wiped his feet. 1 കൊരിന്ത്യർ 11 പറയുന്നുണ്ട്, And 1 Corinthians 11 says, A woman's hair is her glory. ഒരു സ്ത്രീയുടെ മഹത്വമാണ് അവിടെ മുടി. a woman's hair is her glory. അവൾ ആ മഹത്വം ഉരിഞ്ഞു വെക്കുക. And so she put aside her glory. ഞാൻ ചോദിച്ചു, എന്തിനാ ഈ മഹത്വം ഇവിടെ ഉരിഞ്ഞു വെക്കുന്നത്? And I asked, why is she putting aside her glory? അവള് പറയാ, മഹത്വം ഉരിഞ്ഞു വെക്കേണ്ട ഒരേ ഒരു സ്ഥലം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. And then she is saying, I have found one place where I can put down my glory. ദൈവസന്നിധി വന്ന മസിൽ പിടിച്ചോണ്ടിരിക്കരുത്. Do not come tense into God's presence. കർത്താവിന്റെ സന്നിധി വന്നാൽ മസിൽ പിടിച്ചോണ്ടിരിക്കരുത്. Don't sit tense in God's presence. 24 മൂപ്പന്മാരും 4 ജീവികളും ഒരുപോലെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ. And the 24 elders are crying out in God's presence. അവരുടെ മഹത്വം ഉരിഞ്ഞു വെക്കുക. They're putting down their glory. എന്നിട്ട് ഒറ്റ കാര്യം ഉറക്കെ പറയുന്നത്, And they're crying out, അങ്ങ് യോഗ്യനാ കർത്താവേ. you are worthy. അങ്ങ് യോഗ്യനാ. You are worthy. ഇന്ന് രാത്രികാലം എന്റെ ദൈവം യോഗ്യനാണെന്ന് ഉറക്കെ പറയാൻ എത്ര പേർക്ക് How കഴിയും? many of you can cry out, my God is worthy? എന്റെ പ്രിയപ്പെട്ടവരെ, കാൽവറിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മഹത്വം ഉരിഞ്ഞു വെക്കാതിരിക്കാൻ പറ്റും? Dear children of God, once we see Calvary, how can we not put our glory down? ചിലർ ഈ ദൈവസ്ഥനെ ഇരിക്കുന്നത് വലിയ ട്രക്കിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ തവളയുടെ കൂട്ട. Some of you are sitting in front of God's presence like a small frog in front of a big truck. മറ്റു ചിലർ ദൈവസ്ഥനെ ഇരിക്കുന്ന അമ്മായിമ്മ മരിച്ചു വീട്ടിൽ മരുമോൻ ഇരിക്കുന്ന പോലെ. And some of you are sitting like your mother-in-law died and you're the son-in-law. ഞാനിങ്ങനെ ഒത്തിരി ശവടക്കിന് പ്രസംഗിക്കാൻ വന്ന ഒരു പാസ്റ്റർ. I am someone that preaches at many funerals. ഈ മരുമക്കളെ കണ്ട അന്നേരം അറിയാൻ പറ്റും. Where you know immediately when you see the in-law children. ഇരിക്കത്തില്ല, They don't sit. അവരിങ്ങനെ നടത്തിപ്പായിട്ട് നടക്കുക. And they're just walking around. അഥവാ ഇനി ഇരുന്നാൽ തന്നെ, And even if they do sit, അവരെ ശ്രദ്ധിച്ചാൽ മതി, അവർ താടിക്ക് കൈ കൊടുത്തോണ്ടിരിക്കും. and if you notice them, they're just sitting with their hand on their chin. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇവരെന്തിനായി താടിക്ക് കൈ So കൊടുക്കുന്നത്? I've wondered, why are they doing that? ആദ്യമൊക്കെ ഓർത്തത് ഈ അമ്മായിമ്മ മരിച്ചതുള്ള വിഷമം കൊണ്ടാണെന്ന്. Are they doing because of the sadness of the death of their mother-in-law? പിന്നെ മനസ്സിലായത്, Then I understood. ഇവരുടെ പ്രശ്നം ഇതാ, ഈ നാട്ടിൽ ശവോടക്കിന് ഉദ്ദേശിമാരൊന്നും പ്രസംഗിച്ച് നിർത്തത്തില്ല. ഇതെപ്പം പ്രസംഗിച്ച് തീരും.
And so the problem many times in India with funerals, these pastors never stop preaching, so they're wondering, when is this going to stop? എപ്പോ അമ്മ അടക്കാൻ പറ്റും? When am I going to bury this mother? അടക്കേച്ച് തിരിച്ചു വന്നാൽ ഇന്ന് ഞാൻ ഇവിടുന്ന് പോണോ അതോ ഇന്ന് ഇവിടെ നിൽക്കണോ? And so if once I bury my mother, should I stay here or should I go? ഞാൻ പോയാൽ ഇന്ന് എന്റെ കൂടെ എന്റെ ഭാര്യ വരുമോ? If I go from here today, will my wife come with me? അഥവാ അവൾ ഇവിടെ നിന്നാൽ എത്ര ദിവസം വരെ ഇവിടെ നിൽക്കും? And if she does stay here, how long is she going to stay here? ഇങ്ങനെ നീറുന്ന 100 പ്രശ്നവുമായിട്ടാ പുള്ളി താടിക്കുകയും. And so he's sitting there with his hand on his chin thinking about all these ഈ things. ഒരു മനോഭാവത്തിൽ ദൈവസന്നിധി ഇരിക്കരുത്. Do not sit with this mindset in God's presence. എല്ലാ അഭിമാനവും താത്തുവെക്കേണ്ട ഒരു സ്ഥലമാണ് Put ദൈവസന്നിധി. all your honor down in God's presence. എന്റെ കർത്താവിന്റെ ആ കാൽവറിയെ ധ്യാനിച്ചാൽ If you meditate on that Calvary, കണ്ണീരൊഴുക്കാതെ ഒരു യോഗത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ you പറ്റത്തില്ല. cannot sit without shedding tears. കുഞ്ഞുങ്ങൾ പാടി പ്രവാഹമെന്മേൽ കവിഞ്ഞിടട്ടെ ഒഴുകിടട്ടെ. We all heard the song, let his anointing come down on me. ആ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കാൽവറിയെ ശ്രദ്ധിക്കുക. As I was sitting there and we were singing that song, I was looking at Calvary. എനിക്കറിയാം ഒരു പ്രസംഗവും കാൽവറിയെ ധ്യാനിച്ചില്ലെങ്കിൽ പൂർണ്ണമാകത്തില്ല. And I know that there's no message, if it's not focusing on Calvary, it's not complete. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന് ഇന്നു വരെ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് And dear children of God, from what has happened in the world, ക്രൂരവും ഹീനവും മൃഗീയവുമായ മരണമായിരുന്നു ക്രൂശ് മരണം. the cross death was the most heinous. BC 600-ൽ പേർഷ്യൻസ് ആണ് അത് കണ്ടുപിടിച്ചത്. It is a way of death penalty found by the Persian Empire. ഈസ്റ്റേൺ മാസിഡോണിയയിലേക്ക് ക്രൂശീകരണം കൊണ്ടുവന്നത് അലക്സാണ്ടർ. And Alexander the Great brought crucifixion to Eastern Macedonia. BC 300-ലാണ് റോമക്കാർ അത് അവരുടെ ശിക്ഷാരീതിയാക്കി Then മാറ്റിയത്. the Romans adapted the crucifixion. 500 വർഷമാണ് അവരത് തുടർന്നത്. And so they carried it on for many years. AD 300-കളിൽ കോൺസ്റ്റന്റൈനാണ് അത് നിർത്തലാക്കി. And then Constantine the emperor stopped it. സമൂഹത്തിലെ ക്രൂരന്മാരായ കുറ്റവാളികൾക്ക് മാത്രം നൽകുന്ന ശിക്ഷാരീതിയായിരുന്നു ക്രൂശീകരണം. And the crucifixion was reserved only for the worst of criminals in society. 6 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന 3 സ്റ്റേജസ് ആയിട്ടുള്ള ശിക്ഷാരീതിയായിരുന്നു ക്രൂശീകരണം. And it is a form of death penalty that lasted from 6 hours to 24 hours in 3 stages. ക്രൂശീകരണത്തിന്റെ ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് The first part of the crucifixion, ഈ പോഡിയം പോലൊരു കൽത്തൂണിൽ ആ പ്രതിയെ അവർ പുറംതിരിച്ചു ബന്ധിച്ചു നിർത്തും. and so the first thing they do is bind that person to the cross. എന്നിട്ട് മല്ലന്മാരായ 2 പടയാളികൾ വന്ന് ഇദ്ദേഹത്തിന്റെ 2 സൈഡിലായി നിന്നിട്ട് വലിയ ചാട്ടവാറ് കൊണ്ട് പുറം അടിച്ചു പിളർത്തും. And so while he is bound to the cross, soldiers will come and whip him. ഈ ചാട്ടവാറയില് എല്ലിൻ കഷ്ണങ്ങളുണ്ട്, ഈയക്കട്ടകളുണ്ട്, ചൂണ്ടക്കൊളുത്തു. And so in this whip there are hooks and rocks and everything embedded in it to cause more pain. ഇതുകൊണ്ട് അടിച്ചു പിളർത്തുന്നതിന് ഒരു ലക്ഷ്യം. And so there's a goal in whipping like this. എവിടെ വെച്ചാണോ ക്രൂശീകരണത്തിന് വിധിച്ചത് അവിടെ നിന്നൊരു ചെറിയ ടൗണിലൂടെ നടത്തി പരസ്യമായ സ്ഥലത്ത് ഒരു മലയുടെ മുകളിലാണ് സ്വാഭാവികമായിട്ട് ക്രൂശീകരണം നടത്തുന്നത്. So the way they do crucifixion is they make the decision and make them walk through the town to a high hill where they do the crucifixion. അവിടേക്ക് പോകുമ്പോൾ സ്വന്തം തോളിൽ പ്രതി ഈ ക്രൂശ് ചുമക്കേണ്ടത് ആവശ്യമാണ്. And so this person, this criminal, has to carry his own cross. ഇത്രയും വലിയ ക്രൂശും കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കാലും കൈയും വിലങ്ങിട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. And so when you're carrying such a big cross, their arms and legs cannot be bound. പ്രതി ആരോഗ്യ ദൃഢഗാത്രനാണെങ്കിൽ പോകുന്ന വഴിക്ക് ക്രൂശ് എടുത്ത് പടയാളികളുടെ നേരെ വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടാതിരിക്കാനാണ് അവരവന്റെ പുറം അടിച്ചു പിളർത്തുന്നത്. So to weaken this criminal so he doesn't throw the cross while carrying it, that's why they whip him. നമ്മുടെ കർത്താവിന്റെ പുറം അടിച്ചു പിളർത്തിയപ്പോൾ ഉഴവ് ചാലുപോലെ ആ മുതുക് പിളർന്നെന്നാണ് വചനം പറയുന്നത്. And the word of God says they broke open his back when they whipped him. എന്നിട്ട് ഗബതയുടെ കൽത്തളത്തിൽ നിന്ന് ക്രൂശ് എടുത്ത് സ്വന്തം തോളിലേക്ക് യേശുവിനെ വെച്ചു കൊടുത്തു. And so they put his cross on his shoulder. ആ ക്രൂശും കൊണ്ട് യേശു ഗോൽഗോഥയിലേക്ക് നടക്കുകയാണ്. And so now Jesus is taking this cross to Calvary. 8 അടി വീതിയും 12 അടി നീളവും 84 കിലോയുമുള്ള ക്രൂശായിരുന്നു അതെന്ന് ആ ചരിത്രം പറയുന്നു. And history says it's a fairly heavy cross. 14 പ്രാവശ്യമാ യാത്രയിൽ യേശു വീഴുകയും എഴുന്നേൽക്കുകയും. And about 14 times during that journey, Jesus is stopping and falling while he's carrying this ഒടുവിൽ ആ cross. ക്രൂശ് കാൽവറിയിലെത്തി കേട്ടോ. Finally, he takes that cross to Calvary. കാൽവറിയിലേക്ക് എത്തിയപ്പോൾ അവരത് വിരിച്ചിട്ടു. ആ വിരിമാറിൽ ഗത്സമനയുടെ വിരിമാറിൽ. And so once they got to Calvary, they put that cross on the ground. അപ്പം ആരോ പറഞ്ഞു
ഇവൻ പറഞ്ഞു ഇവൻ യഹൂദന്മാരുടെ രാജാവാ. And so someone said, this man is the king of the Jews. രാജാവിന് കിരീടം വേണ്ടായോ? Don't you need a crown, O king? അവരൊരു കിരീടം ഉണ്ടാക്കി. So they made a crown. അത് പൊന്നുകൊണ്ടോ രത്നം കൊണ്ടോ ആയിരുന്നില്ല. It was not with jewels or with gold. ക്രൂസേര എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മുള്ളുചെടിയുണ്ട്. And there's a special type of rose that is the crown of thorns. പാലസ്തീനിൽ മാത്രമാണ് അത് And it ലഭിക്കുന്നത്. only grows in the area of Palestine. എന്താ അതിന്റെ പ്രത്യേകത? And what's unique about it? ഉണങ്ങുമ്പം അതിന്റെ കരുത്ത് ഇരുമ്പിന്റെ കരുത്തായി മാറും. And so when it dries up, the strength of it is like ആ iron. മുള്ളുചെടി കൊണ്ട് മെനഞ്ഞെടുത്ത കിരീടം യേശുവിന്റെ തലയിലേക്ക് വെച്ച് ചമ്മട്ടി കൊണ്ട് അടിച്ചുറപ്പിക്കുക. And so they made this crown of thorns and put it on Jesus' forehead. എന്നിട്ട് വിരിഞ്ഞു കിടക്കുന്ന ക്രൂശിലേക്ക് യേശുവിനെ പിടിച്ചു. Then they took Jesus and laid him down on that cross. ശ്രദ്ധിക്കണേ, കാൽവറിയിലേക്ക് ശ്രദ്ധിക്കണേ. Turn your attention to Calvary. ഈ ഭാഗത്ത് കൈയുടെ ഈ ഭാഗത്താ, രണ്ട് കൈയുടെ ഈ ഭാഗത്താ ആണി അടിച്ചു കയറ്റി. And so they put the nail into the wrist area. കാല് രണ്ടും കൂടെ പിണച്ചു വെച്ചിട്ട് പൊത്തയുടെ മുകളിലാ ആണി അടിച്ചു കയറ്റി. And so they put the feet together and put the nail right into the top. എന്നിട്ട് ക്രൂശിന്റെ തലപ്പൊക്കത്തിൽ അവർ കയറിട്ടു. And so they put a rope at the top of the cross. അതിങ്ങനെ ഉയരത്തിലേക്ക് ഉയർത്തി. And then they raised it up. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒരുപക്ഷെ നിങ്ങൾ നാട്ടിൽ കണ്ടു കാണുമായിരിക്കും അത്. ഇലക്ട്രിക് പോസ്റ്റ് കയറിട്ട് പൊക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. Maybe you have seen them lift up an electric post. ഈ ക്രൂശ് ഇങ്ങനെ ഉയരുകയാണ്. And they are raising up this cross. നിങ്ങളൊന്ന് എൻ്റെ കൂടെ വന്നേ പ്രിയപ്പെട്ടവരെ. Are you coming with me? ലോകത്തിലെ ഏറ്റവും സുഖകരമായ യാത്ര പ്ലെയിനിലെ യാത്രയാണ്. And one of the most comfortable journeys in the world is on the plane. പക്ഷേ എയർ കട്ടറിൽ ചാടുമ്പോൾ ബെൽറ്റ് ഇട്ടാലും നമ്മളൊന്ന് ജെർക്കി. And so even if you don't wear your seatbelt, you're still moving around. ക്രൂശ് ഇങ്ങനെ ഉയരുക കേട്ടോ. And as the cross comes up, ഇതിന്റെ ചുവട് ചെന്ന് താഴോട്ടൊന്ന് പതിക്കും. and so they put the base of that cross into the ground. എൻ്റെ യേശുവിന്റെ കൈ രണ്ടും ആണിയല. And now he is hanging on the nails. സ്തോത്രം. 1/2 മണിക്കൂറാ അവിടെ ആ ഭാരം ചുമന്നത്. And for half an hour he's hanging there. 6.5 മണിക്കൂർ ഒന്ന് ഓർത്ത് നോക്കിക്കേ. കയ്യെ താങ്ങാൻ പറ്റാതെ വന്നപ്പം കാലിൽ ഈ വേദന വഹിക്കാൻ നോക്കുക. And then for 6 hours as he's hanging there, now he's no longer able to support and the pain is in his legs. കാലാണിയല. And his feet are on the nails. കാലും കൈയും സഹിക്കാൻ പറ്റാഞ്ഞിട്ട് റാബോലേശു വളയ പുറം ഉഴവുചാല് പോലെ കീറപ്പെട്ടു. And as he is hanging there, he can no longer bear the pain and he's bending over and his back is broken from all the whipping. മലയാളത്തിലെ റാബോല യേശു വളഞ്ഞത്. ആമോസ് 3:12 എഴുതിയിട്ടുണ്ട് പാപം മനുഷ്യനെ എങ്ങനെ വളച്ചു വെച്ചിരിക്കുന്നത്. And in Amos it talks about how sin changes man. ആടിന്റെ കാതും കാലും സിംഹത്തിന്റെ വായിലിരിക്കുമ്പോൾ, As the lamb is in the mouth of the lion. ആമോസ് 3:12 3:12 ആടിന്റെ 2 കാലും 1 കാതും സിംഹത്തിന്റെ വായിലിരിക്കുമ്പോൾ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ഒരു 2 കാലും 2 കാലും 1 കാതും സിംഹത്തിന്റെ വായിരിക്കുമ്പോൾ ആ ആട് എങ്ങനെ ആയിരിക്കുന്നത്? അത് റാ പോലെ വളയും. You can imagine how the lamb is sitting in the mouth of a lion with 2 legs and its ear in the lion's mouth. പാപം റാ പോലെ വളച്ചു വെച്ച മനുഷ്യ, നിന്നെ അവിടെ നിന്ന് വലിച്ചെടുക്കാൻ എൻ്റെ യേശു കാൽവറിയിൽ റാ പോലെ വളഞ്ഞെന്ന് ഞാൻ പറയുമ്പോൾ കര ഉയർത്തിപ്പിടിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് കഴിയും. How many of you can praise God knowing that Jesus was bent on that cross for your sin? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആ കരം ദൈവത്തിൽ നിന്ന് ഉയർത്തി. Dear children of God, raise your hand to God's ഒരു presence. കരമല്ല, 2 കരം ഉയർത്തി. Both hands in his presence. 50 ഡിഗ്രി ഉയർത്താതെ, Not just halfway. 60 ഡിഗ്രി ഉയർത്താതെ, Not just a little bit. ഉയർത്താവുന്നതിന്റെ മാക്സിമം ഉയർത്തിപ്പിടിച്ച് Raise it to the maximum that you can raise it. എപ്പം കര ഉയർത്തിയാലും കാൽവറിയെ കണ്ടോണ്ട് വേണം കര ഉയർത്താൻ. No matter how much you raise, look at Calvary. യെസ്, കരം താത്തിട്ടോ, കരം താത്തിട്ടോ. പക്ഷെ ഒരു കാര്യം ഓർത്തോണേ, One thing you must ഞാൻ remember. പറഞ്ഞത് എന്നാ മറന്നാലും ഇത് മറക്കരുത്. If I say whatever I say, don't forget this. എപ്പം ദൈവസന്നിധി കര ഉയർത്തിയാലും കാൽവറിയെ കണ്ടോണ്ട് വേണം കര ഉയർത്താൻ. Whenever you see Calvary, you should always raise your hand. യെസ്, ഉയർത്തുന്ന 6 മണിക്കൂർ ആ കര ഉയർന്നു കിടന്നത്. And his hands hung on those nails for 6 hours. 7 മൊഴിയേ പറഞ്ഞുള്ളൂ 6 മണിക്കൂർ. Only 7 declarations he said in 6 hours. അതുപോലും എന്നോടുള്ള സുവിശേഷം. And that was the gospel for me. അതുപോലും എന്നോടുള്ള That സുവിശേഷം. was the gospel for me. അത് കേൾക്കുമ്പോ എനിക്ക് എങ്ങനെ മഹത്വം ഒരിഞ്ഞു വെക്കാതിരിക്കാൻ And when പറ്റും? I hear it, how can I not put my glory down?
down. ചിലർക്ക് ഇത് ചിരിയാ. So for some people, they laugh about പക്ഷെ it. എനിക്കിത് കേൾക്കുമ്പോ എന്റെ മഹത്വം ഉരിഞ്ഞു വെച്ചവനെ ആരാധിക്കാൻ തോന്നുക. But when I hear this, I just want to put my glory down to worship him. ക്രൂശെ കിടന്ന് യേശു പറഞ്ഞ 7 മൊഴികൾ. And when Jesus hung on the cross, the 7 declarations he made. ഒന്നാമത്തെ മൊഴി ലൂക്കോസ് 23:34. And the first declaration is in Luke 23:34. പിതാവേ ഇവരോട് ക്ഷമിക്കണേ. And Jesus said, Father, forgive them. രണ്ടാമത്തെ മൊഴി The second declaration, 23:43 ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലിരിക്കും. surely I say to you, you will be with me in paradise. മൂന്നാമത്തെ മൊഴി The third declaration, യോഹന്നാൻ 19:26. and John chapter 19, 26. സ്ത്രീയെ ഇതാ നിന്റെ മകൻ. woman, this is your son. നാലാമത്തെ മൊഴി യോഹന്നാൻ 19:28. നാലാമത്തെ മൊഴി മത്തായി 27:46. എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടത്. And then the fourth one was, my God, why have you forsaken me? അഞ്ചാമത്തെ മൊഴി യോഹന്നാൻ 19:28. I thirst, എനിക്ക് ദാഹിക്കുന്നു. And the fifth one was John 19 verse 28, I thirst. ആറാമത്തെ മൊഴി യോഹന്നാൻ 19:29. It is finished, എല്ലാം നിവർത്തിയായി. And the sixth declaration, it is finished. ഏഴാമത്തെ മൊഴി ലൂക്കോസ് 23:46. എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ പരമേൽപ്പിക്കും. And the seventh is in Luke chapter 23. It says, God, into your hand I commit my spirit. ഈ 7 മൊഴി പോലും എന്നോടുള്ള സുവിശേഷ പാസ്റ്ററെ, ഈ 7 മൊഴി പോലും എന്നോടുള്ള ഗോസ്പല. These 7 declarations are the gospel to me. അഞ്ചാമത്തെ മൊഴിയിൽ നിന്ന് വേണം ആരംഭിക്കാൻ. And you need to start from the 5th declaration. എന്താ അഞ്ചാമത്തെ മൊഴി? What is the 5th? എനിക്ക് ദാഹിക്കുന്നു. I'm thirsty. ജീവിതത്തിന്റെ നൊമ്പരങ്ങളുടെ നടുവിൽ, in the midst of our sorrow. എനിക്കൊന്ന് അരിസോണ വന്ന പിന്നെ ഞാൻ ഒത്തിരി വെള്ളം കുടിച്ചു. When I came to Arizona, I've drank a lot of water. നിങ്ങളെ കണ്ടോണ്ടല്ലോ ഇവിടുത്തെ ചൂട് കൊണ്ട്. Not because I saw you, because it's hot here. കാര്യം ഈ ചൂടത്ത് ആരാ ദാഹിക്കാത്തത്? Who does not be thirsty in this heat? ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ ദാഹിക്കാത്ത മനുഷ്യരുണ്ടോ? Is there anyone who is not thirsty in the realities of life? ഈ മനുഷ്യരെല്ലാം ദാഹിക്കും കേട്ടോ. Every person will be thirsty. ദാഹിക്കുന്ന മനുഷ്യൻ കാത്തിരിക്കുക. ദാഹിക്കുന്ന മനുഷ്യൻ കാത്തിരിക്കുക. And so the man who is thirsty is waiting. ആർക്ക് വേണ്ടി കാത്തിരിക്കുക? Who is he waiting for? ആരുമില്ലാത്തവന് ദൈവം തുണയെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ദൈവം പോലും വരുന്നില്ല. But we see that God is not even here. അതുകൊണ്ട് നാലാമത്തെ മൊഴി ഉറക്കെ ചോദിക്കുക. So he's asking the 4th declaration, എൻ്റെ ദൈവമേ, my God, അങ്ങ് എന്നെ കൈവിട്ടോ? have you forsaken me also? ഏറ്റവും കൈവിടപ്പെട്ടവനാണെന്നുള്ള തോന്നലിൽ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടു. When he saw he was the most forsaken person, he opened his eyes and saw it. കൈവിടപ്പെട്ട രണ്ടുപേര് നിൽക്കുന്നു ക്രൂശിന്റെ ചുവട്ടിൽ. And there's 2 people that are forsaken at the foot of the cross. ഇതായി ക്രൂശിന്റെ പ്രത്യേകത. This is what the uniqueness of the cross ഏത് is. കൈവിടപ്പെട്ടവനും കടന്നു വരാൻ പറ്റുന്ന ഒരു സ്ഥലമാ It is ക്രൂശിന്റെ a ചുവട്. place where all those who are forsaken could come to the foot of the cross. Hallelujah. ഏറ്റവും കൈവിടപ്പെട്ടവരാ അവര്. And they were the most forsaken. ആരൊക്കെയാ അത്? Who is it? ഒന്ന് തന്റെ അമ്മയാ. One is his mother, നൊന്ത് പ്രസവിച്ച അമ്മ. the mother who gave birth to him. അയ്യോ, സ്വന്തം കുഞ്ഞു ക്രൂശെ കടന്ന് തൂങ്ങിയാടുമ്പോ നെഞ്ചിനകത്ത് വാള് വഹിക്കുന്ന അമ്മ കൈവിടപ്പെട്ടവന്റെ പ്രതിനിധിയല്ലേ? You can imagine this mother who gave birth to this child watching him hang on the cross. തൊട്ടപ്പുറത്ത് And next to her, ഒരു കൂടപ്പുറപ്പ് നിൽക്കുക. and standing with her, സ്വന്തം കൂടപ്പുറപ്പ്. and the person who's with her. ഈ കൂടപ്പുറപ്പുകൾ തമ്മിലുള്ള സ്നേഹം ഭയങ്കര സ്നേഹ. And it is a great relationship that they have. അതൊരു ബോണ്ടാ. And it is a bond. എനിക്ക് ഒരേ ഒരു കൂടപ്പുറപ്പേ ഉള്ളൂ. എനിക്ക് ഒരേ ഒരു ബ്രദറേ ഉള്ളൂ. I only have one brother. 5 വയസ്സ് എന്നെക്കാട്ടി ഇളയതാ. He's younger to me by 5 years. ഈ മിനിസ്ട്രിയിലൊക്കെ ഞാൻ ഇച്ചിരി ഒരു എടുത്തിയാട്ടക്കാരൻ. And I'm someone that jumps forward in ministry. പക്ഷെ പലതിലും ഞാൻ ഇങ്ങനെ എടുത്ത് ചാടുന്നതിനൊരു കാരണം, And one of the reasons I jump forward in these things, എന്റെ കയ്യിൽ ഒരു പേഴ്സ് ഇരിപ്പുണ്ട്. I have a purse with me. ആ പേഴ്സിനകത്ത് ഒരു കാർഡ് ഇരിപ്പുണ്ട്. And there's a card in that purse. അത് ഖത്തറിൽ ജോലി ചെയ്യുന്ന എന്റെ ബ്രദറിന്റെ കാർഡാ. And it is the card of my brother who works in Qatar. പക്ഷെ ഇന്നുവരെ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. But I have never had to use it. എന്നോട് പറഞ്ഞിട്ടുണ്ട് എപ്പോ ആവശ്യമുണ്ടെങ്കിലും ഉപയോഗിച്ചോളാം. But he's told me whenever you need me, use that card. അതൊരു ധൈര്യം കേട്ടോ. It is a confidence. ഈ കൂടപ്പുറപ്പിന്റെ ബോണ്ടാ അത്. That is the strength of brotherhood. പക്ഷെ സ്വന്തം കൂടപ്പുറപ്പ് തൂങ്ങി ആടുന്നത് കണ്ടപ്പം
ഒന്നും ചെയ്യാൻ പറ്റാതെ നിശ്ചലനായി നിൽക്കുന്ന മറ്റൊരാൾ. But there is a man who's standing when he sees his own brother hanging on the cross and he can't do anything. ഏറ്റവും കൈവിടപ്പെട്ടവൻ, And he's the most forsaken. ഏറ്റവും കൈവിടപ്പെട്ടവൻ. The most forsaken. അപ്പൊ കണ്ടേച്ച് കാൽവറി പറയാ, ഇല്ല കൈവിടപ്പെട്ടവരല്ല, ഇതാ 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 നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ, ഇതാ കാൽവറി. ഏത് കൈവിടപ്പെട്ടവനും കൂട്ടനുവദിക്കുന്ന സ്ഥലമാ കാൽവറി. Calvary is not the place where you're forsaken, but it is the place where you are saved. തകർന്നു കിടക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് Look at those who are broken. ഇന്ന് രാത്രി എനിക്കൊരു ദൂത് പറയാൻ, I have a message for you. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒരു കൂട്ടു തരും. And there is someone for you. നിങ്ങളെ മനസ്സിലാകുന്ന ഒരു സ്ഥലമാ കാൽവറി. There is a place that you understand that is Calvary. എന്നെ ആർക്കും മനസ്സിലാകുന്നില്ലെന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ. Maybe you think no one understands me. എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ. Maybe you think no one understands me. നിങ്ങളെ മനസ്സിലാകുന്ന ഒരു സ്ഥലമാ എനിക്കിന്ന് രാത്രി But let പരിചയപ്പെടുത്താനുള്ളത്. me tell you a place that understands you. ദൈവദാസന്മാരെ, കഴിഞ്ഞ 5 വർഷം കൊണ്ട് പവർഷനിൽ നൂറുകണക്കിന് പ്രസംഗങ്ങൾ ഞാൻ പ്രസംഗിച്ചു. And dear servants of God, I've preached many messages in many arenas. പക്ഷെ ഒരിക്കലും മറക്കാത്തൊരു പ്രസംഗമുണ്ട്. But there's a message I never forget. അതിജീവനം, overcomers. And that message topic is overcomers. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ After that message, പവർഷന്റെ ഓഫീസിലേക്ക് ഒരാൾ വിളിച്ചു. and someone called the Power Vision office. മിക്കവാറും ഒത്തിരി പേര് വിളിക്കാറുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഫോൺ തരാറില്ല. And so many people usually call, but I usually never attend those calls. പക്ഷെ ആ കോള് ഓഫീസിൽ നിന്ന് എനിക്ക് കണക്ട് ചെയ്തു. But they connected that call from the office to me. സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ വീട്ടിലൊന്ന് ചെല്ലണം. And so after listening to them, I realized I have to go to their home. മല്ലപ്പള്ളിക്കടുത്ത And is it nearby? മറ്റൊരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് നേരെ ഞാൻ പോയത് ആ And വീട്ടിലേക്ക്. so I canceled another arrangement and I went straight to that home. വളരെ എക്സൈറ്റഡ് ആയിട്ട് ആന്റി എന്നെ സ്വീകരിച്ചു. And so that auntie greeted me very excitedly. എന്നോട് പറഞ്ഞു, അച്ഛൻ അകത്തെ മുറിയിലെ പാസ്റ്റർ വന്ന് കാണാം. And so he will come and see you. അകത്തെ മുറിയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടു ജോയിച്ചാനെ. And so I went into that inner room and saw that brother. 1,00,000 ഒരാൾക്ക് വരുന്ന ഒരു രോഗം പുള്ളിക്ക് He has വന്നിരിക്കുന്നു. a very rare disease. 1,00,000 ഒരാൾക്ക് വരുന്ന ഒരു A രോഗം. very rare disease. എന്താ പ്രത്യേകത? And what's unique about it? കഴുത്തിന് താഴെ തളർന്നു കിടക്കുക. He's paralyzed below the neck. എന്നെ കണ്ടപ്പം ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക. And so when he saw me, he was very happy. ഞാൻ ചോദിച്ചാ സന്തോഷമാണോ? And I asked him, are you happy? അപ്പൊ എന്നോട് പറഞ്ഞു, വളരെ സന്തോഷമാ അനീഷ് പാസ്റ്റർക്കോ. And so I said, I'm very happy that I saw you. അപ്പൊ ഞാൻ ചോദിച്ചെന്ന് അടുത്ത ചോദ്യം, ചോദിച്ചാൽ എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? And so I asked him the next question, how are you so happy? 1,00,000 ഒരാൾക്ക് വരുന്ന രോഗം കഴുത്തിന് താഴെ തളർന്നു കിടക്കുന്നു. You have such a rare disease, you're paralyzed below the neck. വളരെ സന്തോഷമായി. പാസ്റ്റർക്ക് എങ്ങനെ ഉണ്ടെന്ന്. And so he's asking, how are you? ഞാൻ ചോദിച്ചു, അച്ഛൻ എങ്ങനെയാ സന്തോഷിക്കാൻ? I said, how are you so happy? അന്നേരം എന്നോട് പറഞ്ഞു, എന്റെ ഗതി മറ്റാർക്കും വരരുത്. And he said, my fate should happen to no one else. ഈ രോഗം മാത്രമല്ല, Not just this disease. എനിക്ക് 2 കുഞ്ഞുങ്ങളായിരുന്നു. I have 2 children, 2 പെൺകുഞ്ഞുങ്ങൾ. 2 daughters, 2 പേരും മരിച്ചു. and both have died. ഒരുത്തി 32ാമത്തെ വയസ്സിൽ മരിച്ചു. And one died at 32, രണ്ടാമത്തോള് 17ാമത്തെ വയസ്സിൽ. and second died at 17. രണ്ടാമത്തോള് മരിച്ചിട്ട് 1 മാസം And it's കഴിഞ്ഞു. only been a month since the second daughter died. 2 പേരും അന്ധരായിരുന്നു. Both were blind. പക്ഷേ ഒന്നാമത്തവള് ബ്രെയിലി കൂടെ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചേച്ച് 32 വയസ്സിനിടയിൽ ഒറ്റ കാര്യം മാത്രം എന്നോട് ആവശ്യപ്പെട്ടു. And so the one was blind and she studied the Gospels through Braille and inquired of me. ഒറ്റ കാര്യം ആവശ്യപ്പെട്ടു. And she asked one thing of me. എന്താ? What was that? എനിക്ക് സ്നാനപ്പെടണമെന്ന്. I want to be baptized. അപ്പൊ അച്ഛൻ പറഞ്ഞു, അയ്യോ കണ്ണ് 2 ഉണ്ടായിട്ടും സുവിശേഷം മുഴുവൻ കയ്യിലുണ്ടായിട്ടും ചിലർക്ക് ഒരു ബോധവും ഇല്ലാതിരിക്കുമ്പോൾ 2 കണ്ണും ഇല്ലാത്ത കൊച്ചു പഠിച്ചു പറഞ്ഞു സ്നാനപ്പെടണമെന്ന്. And so, and this father is saying, people who have vision and have all their senses don't understand the gospel, but this girl who has no vision wants to be മക്കളെ baptized. ബൈബിൾ ശരിക്കും വായിച്ചു പഠിക്കണം. Dear children, understand and read the Bible. സുവിശേഷം പഠിക്കണം. Study the gospel. എന്നിട്ട് സ്നാനപ്പെടണം. And then be baptized. അപ്പം പറഞ്ഞു സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല. And the father said, you cannot be baptized. നിന്നെ പണ്ട സ്നാനപ്പെടുത്തിയതാ. We baptized you back when you were young. അവള് പറഞ്ഞു അതല്ലപ്പാ സ്നാനം. And she said, that is not true baptism. സ്നാനം ഒരാചാരമല്ല. And baptism is not a tradition. സ്നാനം സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒരു യോഗ്യതയാണ്. It is, baptism is a qualification to go to heaven. സ്നാനപ്പെടുന്നവർ സ്നാനപ്പെടുന്നതിന് മുമ്പ് 3 കാര്യം ചെയ്തിരിക്കണം. And those who must be baptized need to do 3 things. അത് സഭ പറയുന്നതല്ല, ബൈബിൾ പറയുന്നതാ. It's
not what the church says, it's what the Bible says. ഒന്ന്, സ്നാനപ്പെടുന്നവർ പാപങ്ങളെ ഏറ്റുപറയണം. First, those who are to be baptized must confess their sin. രണ്ട്, സ്നാനപ്പെടുന്നവർ മാനസാന്തരം ഉറക്കെ പറയണം. They must announce and proclaim their repentance. മൂന്ന്, സ്നാനപ്പെടുന്നവർ വിശ്വാസം ഏറ്റുപറയണം. And they need to confess their faith. 56-ാമത്തെ ദിവസമൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. And in those days they weren't able, if they cannot see, they അതുകൊണ്ട് cannot do വെറുതെ that. ആചാരം ചെയ്തത് സ്നാനമാണെന്ന് പറയരുതേ. Don't do tradition and say it's baptism. ഒടുവില് അവള് തീരുമാനിച്ചു, അപ്പനോട് പറഞ്ഞു സ്നാനപ്പെട്ടേ പറ്റൂ. And finally she decided and said to her father, I must be baptized. ആദ്യം അപ്പൻ സമ്മതിച്ചില്ല. And so at first her father did not ഒടുവിൽ allow. അപ്പൻ സമ്മതിച്ചു. And finally he agreed. അവള് സ്നാനപ്പെട്ടു. And she was baptized. രണ്ടാമത്തെ ആഴ്ച യേശുപ്പച്ചന്റെ അടുക്കലോട്ട് അവള് പോയി. And then by the second week she died. രണ്ടാമത്തോളും പോയി. And she also left. രണ്ടാമത്തോളും പോയി. And the second daughter also died. ജോയിച്ചാൻ പറയാ, ആത്മഹത്യ ചെയ്യാൻ പോലും എനിക്ക് പറ്റത്തില്ല പാസ്റ്റർ. And he said, Pastor, I cannot even commit suicide. കാരണം കഴുത്തിന് താഴെ തളർന്നു കിടക്കുക. Because I'm paralyzed from the neck down. ഞാനൊന്ന് കരഞ്ഞ എന്റെ കണ്ണീന്ന് കണ്ണീര് വന്ന ആ കൂട്ടത്തിൽ ഇച്ചിരി മൂക്കള വന്ന എന്റെ ഭാര്യ വരെ അത് തുടയ്ക്കാൻ പറ്റും. I cannot even wipe my own tears or wipe my nose. ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്നെ മനസ്സിലാകുന്ന ആരേലും ഉണ്ടോ? So I once asked, is there anyone that recognizes me? എന്നെ മനസ്സിലാകുന്ന ഏതെങ്കിലും ദൈവം ഉണ്ടോ? Is there a God that recognizes me? അപ്പം അന്ന് രാത്രി കാൽവരി ക്രൂശിലെ നാഥൻ എനിക്ക് പ്രത്യക്ഷനായി. And so that night the Savior on the cross came to me എന്നിട്ട് എന്നോട് പറഞ്ഞു, and told me, നിന്നെ കൂടെ മനസ്സിലാക്കിക്കൊണ്ടാ ഞാൻ 6 മണിക്കൂർ പെടഞ്ഞത്. I understood you when I hung on the cross for those 6 hours. ആൾക്കാർ എന്റെ മുഖത്തെ രോമം പിഴുതെടുക്കുമ്പോ And when they were pulling the hair out of my face, കൈകൊണ്ട് ആ വേദന അമർത്താൻ ഞാൻ ആഗ്രഹിച്ചതാ. I wanted to suppress that pain with my hand. പക്ഷെ കൈ ആണിയലായിരുന്നു. But my hand was stuck to the nail. ആളുകൾ എന്റെ ദേഹത്ത് കാർക്കിച്ച് തുപ്പുമ്പോ ഞാൻ ആ തുപ്പൽ കൈകൊണ്ട് തുടയ്ക്കാൻ ആഗ്രഹിച്ചതാ. When people were spitting on my face, I wanted to wipe it away. പക്ഷെ കൈ ആണിയലായിരുന്നു. But my എനിക്കത് hand was പറ്റിയില്ല. stuck to the nail. നിന്നെ കൂടെ മനസ്സിലാക്കിക്കൊണ്ടാ ഞാൻ അവിടെ കിടന്ന് പെടഞ്ഞത്. I understood you when I hung on the ഇന്ന് cross. രാത്രി എന്നെ മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുവരാനുണ്ട്. അത് കാൽവറിയുടെ ചുവട്ടിലാ നിങ്ങളെ മനസ്സിലാകുന്ന സ്ഥലം. This evening, if you are wondering if anyone recognizes you, let me take you to the foot of the cross on Calvary. ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം? How many of you can say with strength, എൻ മൊഴികൾ കൺഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന കാതെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. even though I don't have hearing on this world, but I have hearing on the cross. എന്റെ ശബ്ദം കേൾക്കാൻ മറ്റാരുമില്ലെങ്കിലും എന്നെ അറിയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് ഒന്ന് ഉറക്കെ വിളിക്കാവോ യേശു? Even if there's no one to hear my voice, there's a place where my voice is heard. എനിക്കറിയാം ഇന്ന് രാത്രി വലിയ ഹൃദയ നൊമ്പരത്തോടെ ഇവിടെ വന്നിരിക്കുന്ന ആരോ ഉണ്ട്. നിങ്ങളുടെ ചരിത്രം മാറുന്ന രാത്രിയായി രാത്രി. And there's someone here sitting with great sorrow. Tonight is the night where your story is going to be rewritten. കേവലം ഒരു പ്രസംഗം കേൾക്കാൻ നിങ്ങൾ വന്നിരിക്കുകയല്ല. You're not here just to listen to a message. ബലാൽക്കാരികൾ ബലാൽക്കാരന ദൈവരാജ്യത്തെ And അവകാശമാക്കും. only those who will inherit the kingdom of heaven. ഈ മനസ്സിലാകുന്ന യേശുവിനെ പ്രസംഗിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. And I want to preach Jesus that is understood. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. And I'm very excited about that. എത്ര മനോഹരമായിട്ട് ഈ കുഞ്ഞുങ്ങളാ പാട്ട് പാടുന്നത്. And how beautiful our children sang these songs. ഞാനിപ്പോ ആറാമത്തെ കൺവെൻഷനാ ഈ പ്രാവശ്യം അമേരിക്ക പ്രസംഗിക്കുന്നത്. And this is my 6th convention here in America. 6 വീക്കെൻഡായി ഞാൻ പ്രസംഗിക്കാൻ And for 6 weekends in a row. എനിക്ക് മനസ്സിലായത് ഇന്ത്യയിൽ നിന്ന് ദൈവം ഉപയോഗിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അടുത്ത തലമുറയിൽ രാജ്യത്തെ വലിയ പാട്ടുകാരാ. And I know that our children who have come from India are the next singers of this generation. എന്റെ മോനും ഭയങ്കര പാട്ടുകാരാ. And my son is also a big singer. പക്ഷേ ഞാൻ പാടിയിട്ടില്ല. But I don't sing. പാടിയിട്ടുമില്ല, പ്രസംഗിച്ചിട്ടുമില്ല. But he does not. I don't sing or preach. എപ്പം വരെയാണെന്നറിയോ? എന്റെ 11 വയസ്സ് വരെ. Until I was 11. കാരണം എനിക്ക് 2 റിപ്പോർട്ട് എന്റെ 11 വയസ്സിൽ കിട്ടിയതാണ്. I got 2 reports when I was age 11. ഒന്ന് 2 ഡോക്ടർമാരുടെ റിപ്പോർട്ടാണ്. And it's a doctor's report. അതൊരു 1.5 വയസ്സിലാണ് കിട്ടിയത്. And I got it when I was about 1. ആ റിപ്പോർട്ട് പറഞ്ഞത് ഈ കുഞ്ഞ് ജീവിക്കത്തില്ല, ജീവിച്ചാലും ഇത് മന്ദബുദ്ധിയാവുമെന്നാണ്. And so the report was this child is not going to live, but even if he does, he can't do much. ആ മന്ദബുദ്ധിയാകാതിരിക്കാൻ വേണ്ടിയാ ദൈവത്തിൽ എന്റെ മാതാപിതാക്കൾ മുട്ടുമടക്കിയത്. അന്ന് ഒരു അത്ഭുതം നടന്നു, അങ്ങനെ ഒരു വിടുതൽ കിട്ടിയ
രോഗസൗഖ്യത്തിലൂടെ ഞങ്ങൾ കർത്താവിലേക്ക് വന്നത്. And so because of that, my parents prayed, and through that, my parents came through the faith. എനിക്ക് ഏറ്റവും പേടിയുള്ള 2 സ്ഥലം ഉണ്ടായിരുന്നു പാസ്റ്റർ. And there's 2 things that I'm very afraid of. ഒന്ന്, എനിക്ക് സ്റ്റേജ് ഫിയർ ഭയങ്കരമായിരുന്നു. And I had a big fear of the stage. ഞങ്ങളുടെ സഭയിൽ ഈ സാക്ഷ്യമൊക്കെ പറയുമ്പോൾ In our church, when there was testimony time, ഈ കുഞ്ഞുങ്ങൾ ഫ്രണ്ടിൽ നിന്ന് മുന്നോട്ട് നോക്കി വേണം പറയാൻ. the kids had to come to the front and look out at the crowd. ഒത്തിരി ഒന്നും പറയണ്ട, ഒരു വാക്യം They പറഞ്ഞു. don't have to say much, but just a verse. ഞാൻ ആ വാക്യമൊക്കെ കാണാതെ പഠിച്ചോണ്ടാ വരുന്നത്. I'm coming memorizing these verses, പക്ഷെ പറയാൻ വന്ന് നിൽക്കുമ്പോൾ ഞാനത് പറഞ്ഞു. but when I come to the front, I forget. അപരിചിതനായ ഒരാളിനെ കണ്ടാൽ അവരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പേടിയായിരുന്നു. And so if I met a stranger, I couldn't look at their face. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്ങനെയും സാക്ഷി ഇല്ലാതാകാൻ. And I would pray, God, any way can I take away this testimony? ഇവിടെ നിന്ന് അപമാനിതനായിട്ട് പോകുമ്പോ സാത്താൻ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ ഒരു വേസ്റ്റാ, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. When I walked away shameful from the stage, Satan would tell me, you're such a waste. 10 വയസ്സിനകത്ത് 2 റിപ്പോർട്ട് കിട്ടി. And then when I was 10, I got another report. ഒന്ന് മനുഷ്യന്റെ റിപ്പോർട്ട്, മറ്റൊന്ന് സാത്താന്റെ റിപ്പോർട്ട്. One is man's report, one is Satan's report. ഇതൊന്നും അല്ല നിന്റെ ജീവിതത്തെ മാറ്റുന്നത്. This is not what changes your life. അല്ലെങ്കിൽ സാത്താൻ വല്ല ഗുണവും നമ്മളെ കുറിച്ച് പറയുമോ? Will Satan say anything good about you? സാത്താൻ പറയുന്നത് കേട്ടോട്ട് ചുമ്മാ ഡിപ്രസ്ഡ് ഒന്നും ആകല്ല കേട്ടോ. Don't just be depressed by listening to what Satan has അതുകൊണ്ടല്ലേ to say. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. And that's why Paul says in Corinthians, don't let Satan defeat you. അച്ഛാ, സാത്താൻ ഒറ്റ കാര്യം അറിയത്തുള്ളൂ, Satan only knows one thing, തോൽപ്പിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. only to defeat. പഠിപ്പിച്ച് തോൽപ്പിക്കുന്ന ട്യൂഷൻ ടീച്ചർ എടുക്കാൻ നിങ്ങൾ ട്യൂഷന് പോവോ? Have you gone to a tuition teacher or someone to teach you that will defeat you? ചുമ്മാതെ സാത്താൻ പറഞ്ഞെല്ലാം കൂടെ കേട്ടോണ്ട് ടെൻഷൻ അടിച്ച് ഇവിടെ വന്നിരിക്കരുത്. Don't come tense listening to whatever Satan has to say. ഈ 2 റിപ്പോർട്ടും കൊണ്ട് ഞാൻ ഒതുങ്ങിയിരിക്കുന്ന ഒരു ദിവസം ഇതുപോലൊരു യോഗത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിനെ തൊട്ടുവെച്ച് പറഞ്ഞു, ദ്വീപുകൾ നിന്റെ ശബ്ദത്തിന് കാത്തിരിക്കുകയാണെന്ന്. Hallelujah. I was sitting in a meeting like this, sitting tense from a report when the Holy Spirit spoke to me. മക്കളൊക്കെ ശ്രദ്ധിക്കണം. Listen, dear children. അന്ന് എന്റെ ചരിത്രം മാറിയതാ. And my story changed അന്ന് then. എന്റെ അവസ്ഥ ദൈവം മാറ്റിയതാ. My situation changed. എന്റെ 11 വയസ്സ് മുതൽ കഴിഞ്ഞ 31 വർഷമായിട്ട് യേശുവിനെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. And so now I'm preaching Jesus this last 31 years. ഇന്ന് രാത്രി നിങ്ങളുടെ ചരിത്രം മാറുന്ന രാത്രിയാ. Tonight is the night your story changes. ദൈവസന്നിധി മനോഭാവത്തിന് വലിയ പ്രത്യേകതയുണ്ട്. Your mindset has a big deal in God's presence. പരാജയപ്പെട്ടവന് തോറ്റവന് കൂട്ടുകിട്ടുന്നത് കണ്ടപ്പോ, And so when someone who is lost is getting a friend, വേർത്ത ചോദിക്കുക, someone else is asking, എനിക്ക് കൂട്ടുകിട്ടുമോ? will I get a friend? ഞാൻ ലേറ്റ് ആയോ? Am I late? അപ്പൊ കാൽവറി കിടന്നുകൊണ്ട് പറയാ, And on Calvary he's saying, no, you are not late. നീ താമസിച്ചിട്ടില്ലടാ. and you're not late. ഇന്ന് നീ പർദീസയിലിരിക്കും. Today you will be with me in paradise. ആരോടാ പറഞ്ഞത്? Who did he say that to? ആരോടാ പറഞ്ഞത്? Who did he say that to? ലോകം കള്ളനാണെന്ന് പറഞ്ഞ ഒരുത്തനോട് പറയാ, ഇല്ലടാ നിനക്ക് ഞാൻ പർദീസ തരും. To the one that the world says you are a criminal, he says, you will be with me in paradise. ഇന്ന് രാത്രി മനുഷ്യൻ നിന്നെ കുറിച്ച് എന്തെല്ലാം വിധിയെഴുത്ത് എഴുതിയാലും ആ ചീട്ട് കീറിക്കളഞ്ഞേച്ച് നിനക്ക് പർദീസ തരാനാ എന്റെ യേശു കാൽവറിയിൽ പിടഞ്ഞത്. No matter what the world has written about you, you just rip it up because Jesus came to give you paradise. Hallelujah. നിനക്ക് അമേരിക്ക തരുമെന്നല്ല എന്റെ യേശു പറഞ്ഞു. Jesus said, I'm not here to give you America. അവിടെ വരാൻ ആകപ്പാടെ 15 മണിക്കൂർ യാത്ര ചെയ്താൽ മതി. And 15 hours to travel. പർദീസ And you think it's paradise. ചെറിയ കാര്യമാണോ പാസ്റ്ററെ? Is it a small thing? പ്രപഞ്ചം, യൂണിവേഴ്സ്, മഹാപ്രപഞ്ചം വലിപ്പം എത്ര? What's the size of the universe? 93,000 ബില്യൺ പ്രകാശവർഷം. And many billion light years. 93 million light years. അവിടെ ഞാൻ ഇനി കുറെ കണക്ക് പറയാൻ പോവാ. അവിടെ ഒരു സൂര്യൻ നിപ്പുണ്ട്. And there's a sun in that universe. എത്ര വലിപ്പം? What's the size? 8,64,000 മൈൽ ലൈറ്റ് ഇയേഴ്സ്. തൊട്ടപ്പുറത്തൊരു ചന്ദ്രൻ നിപ്പുണ്ട്. And there's a moon nearby. 3,474 മൈൽ ലൈറ്റ് ഇയേഴ്സ്. സൂര്യൻ 5,500 ഡിഗ്രി സെൽഷ്യസിലാ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. And we know how hot the sun is. തൊട്ടിപ്പുറത്ത് ചന്ദ്രൻ. And then the moon is next to it. എണ്ണമറ്റ നക്ഷത്രങ്ങൾ. And all the other stars. മിൽക്കി വേ ഗാലക്സി. And the Milky Way galaxy. 1.6 ദശലക്ഷം ഫംഗസുകൾ. And several million miles of light years. 10,000 ഇനം ഉറുമ്പുകൾ, 10,000 ഇനം പക്ഷികൾ, 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിൽ പൂച്ചെടികൾ, 4,000-നും 5,000-നും ഇടയിൽ പ്രസവിക്കുന്ന ജീവികൾ. ഇതിനെല്ലാം ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ഒരു ദൈവം. ഉളവാകട്ടെ എന്നുള്ള ഒറ്റ വാക്ക്. എന്നാ ദൈവം? നമ്മുടെ ദൈവം.
And our God who created all the millions of ചുമ്മാ species, ചതഞ്ഞെന്നൊന്നും പറഞ്ഞ് ദൈവസനി വന്നിരിക്കരുത് കേട്ടോ. do not come simply into his presence. ഓ, അതുകൊണ്ടാ പൗലോസ് പറയുന്ന ജീവനുള്ള സത്യദൈവത്തെ സേവിക്കാനും. And that's why Paul said, I worship the living God. അഭിമാനമുള്ള എത്ര പേര് ഇന്ന് രാത്രി How ഇവിടെ many of you ഇരിപ്പുണ്ട്? have that honor? വേറെ ഒരു പണിയും കിട്ടാഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതല്ല. എടാ, ഇതിനെ എല്ലാം ഉളവാകട്ടെന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ഈ ദൈവത്തെ സേവിക്കുന്നതിൽ സന്തോഷമുള്ളവർ. I did not come here simply because I had no other job, but he is the God that created everything with one word. ഈ ഭൂമിന്ന് From this earth, തൊട്ടടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഏതാ? which is the next planet? സൂര്യനാ. It is the sun. എത്ര ദൂരമുണ്ട് And how far is it? ഭൂമിയും സൂര്യനും തമ്മിൽ From the earth to the sun. 9.5 കോടി കിലോമീറ്റർ. 9.5 കോടി കിലോമീറ്റർ. അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഏതാ? And what's next to that? പ്രോക്സിമ സെഞ്ചുറി. Proxima Centauri. എത്ര ദൂരമാ? How far is that? ഭൂമിയിൽ നിന്ന് അവിടോട്ട് From the earth to that galaxy. 4.25 ദശലക്ഷം ലൈറ്റ് ഇയേഴ്സ്. And so 4 million light years. പിന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. എണ്ണമറ്റത് ഇങ്ങനെ നിൽക്കും. And is countless. അതിനപ്പുറത്ത് മിൽക്കി വേ ഗാലക്സി. And beyond that is the Milky Way galaxy. അതെല്ലാം നീലാകാശവും എല്ലാം കടന്ന് നമ്മൾ പോകും എവിടെ? യേശു വസിക്കുന്ന And so നാട്ടിൽ. we will go beyond all of that to where Jesus lives. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഒരു കണക്കൂടെ ഞാൻ പറയാം. I'm going to tell you one more calculation. ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 175 മുതൽ 600 കിലോമീറ്റർ വരെയുള്ള ഒരു മനുഷ്യനിർമ്മിതമായ സംവിധാനമാണ് സ്പേസ്. ആ സ്പേസിന്ന് കഴിഞ്ഞ ദിവസം സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു പേടകത്തിൽ ഫ്ലോറിഡയിലെ കടലിൽ വന്നിറങ്ങി. So there was a recent expedition that went up to space and they came back down to Florida. ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും സ്പീഡുള്ള പേടകത്തിലാണ് വന്നത്. And they came on the most modern speed machine, that spaceship of modern time. സ്പേസ് ഷട്ടിലിന്റെ വേഗത 17,000 മുതൽ 27,000 കിലോമീറ്റർ. And so it travels over 17,000 miles. ആ സ്പേസ് ഷട്ടിലിൽ അവര് വന്നിട്ട് Even coming on that space shuttle, ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് 600 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്നിട്ട് even coming through the Earth's atmosphere, ഫ്ലോറിഡയിലെ കടലിൽ ഇറങ്ങാൻ എത്ര സമയം എടുത്തു? how much time did it take to land in the water? 17 മണിക്കൂർ എടുത്തു. 17 hours. ആ പേടകത്തിൽ On that shuttle, ഭൂമിയിൽ 9.5 കോടി കിലോമീറ്റർ അപ്പുറത്തുള്ള സൂര്യനിൽ ചെല്ലണമെങ്കിൽ to get back to the sun, നിങ്ങൾ എത്ര സമയം എടുക്കുന്നു നിങ്ങൾ ഇമാജിൻ you ചെയ്യൂ. can imagine how much time it would take to go to the അത് sun. കഴിഞ്ഞു 4.25 ദശലക്ഷം ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്തുള്ള പ്രോക്സിമ സെഞ്ചുറി ചെല്ലണമെങ്കിൽ നിങ്ങൾ എത്ര സമയം You can എടുക്കുന്നു? imagine how it takes 4 million light years to go to the next galaxy. അതെല്ലാം കഴിഞ്ഞ് എണ്ണമറ്റ നക്ഷത്രങ്ങളെ താണ്ടി നീലാകാശം താണ്ടി പൗലോസിനോട് ചോദിര് എങ്ങനാ പോകുന്നത് പർദീസിലോട്ട്? അപ്പൊ പറയാ, കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉറക്കെ പറ അക്ഷയരായിട്ട് ഉയർക്കും. And you can imagine how it goes even further, but you can ask Paul and he'll say, when the trumpet sounds, we will all go up. എന്നാ സ്പീഡ് എന്തുവാ? What's the speed? പെട്ടെന്ന് In കണ്ണിമേക്കുന്നതിനിടെ the twinkling of an eye. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യത പോകുന്ന വാഹനം പോലും മനുഷ്യ നിർമ്മിതമായ കണക്കുകൾക്ക് അപ്പുറമാണെന്ന് അറിയുമ്പോൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? How many of you can praise God when you understand that we will travel to heaven even beyond our own calculations? ഈ മനോഭാവമൊക്കെ ഉരിഞ്ഞു വെക്കുന്നത് ദൈവസന്നിധിയുടെ മഹത്വം അറിയുമ്പോഴാ. When you put everything down, your mindset down, you understand God's presence. 24 മൂപ്പന്മാരും 4 ജീവികളും ഒരുപോലെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ കിരീടങ്ങളെ താഴ്ത്തിയിട്ടു പറയാ, അങ്ങ് യോഗ്യൻ, അങ്ങ് മാത്രമാ യോഗ്യൻ, അങ്ങ് മാത്രമാ യോഗ്യൻ. The 24 elders put their crowns down and said, you alone are worthy. ഒരുത്തൻ ദൈവസന്നിധിയെ കണ്ടപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട്. One person who saw God's presence said, അതേലും പറഞ്ഞു നിർത്തണമെന്നാണ് എന്റെ ആഗ്രഹം. and I'm going to say that in end. എനിക്ക് സമയം കഴിഞ്ഞ് പ്രസംഗിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. I don't like to preach over time. കാരണം ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു പുസ്തകം വായിച്ചു. Recently I read a book. ആ പുസ്തകത്തിൽ ഇംഗ്ലണ്ടിൽ ഒരു പള്ളിയിൽ നടന്ന സംഭവം എഴുതിയിട്ടുണ്ട്. There was a story about what happened in a church in England. കുറെ കുരുത്തം കെട്ട പിള്ളേരെല്ലാം പള്ളിയുടെ മുമ്പിൽ ഒരു നോട്ടീസ് ബോർഡ് ഒട്ടിച്ചു. And so some kids that were being mischievous put a note on front of that church. ആ നോട്ടീസിൽ എഴുതി വെച്ചിരിക്കുക, and on that note it read,
സമയത്ത് പ്രസംഗിച്ച് തീർക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് പിന്നീട് വീണ്ടും വരാമെന്ന്. Blessed are those who end their message in time because they can return back again. ഞാൻ വിടുവോ? Will I go? അതുകൊണ്ട് ഞാൻ സമയത്ത് നിർത്തും. So because of that, I will end on time. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരാൾ മഹത്വം ഉരിഞ്ഞു വെച്ചാൽ, But if you put your glory down in God's presence, അവന് ദൈവം ഒരുക്കുന്ന നിത്യത മാത്രമല്ല, അവന്റെ ചരിത്രം ഇവിടെയും ദൈവം മാറ്റും. not only will he prepare eternity, he will change his story here. അതിന് ഒരു തെളിവ് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. Let me tell you one proof. 73 സങ്കീർത്തനം 28 വാക്യത്തില്, And in Psalm 73, verse 28, ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലതെന്ന് and പറയുന്നു. one man is saying it is good for me to draw near to God. സെപ്റ്റുജന്റ് ട്രാൻസ്ലേഷനിൽ ഏറെ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. And so in the Septuagint translation, it says it is good. ആരാ മനുഷ്യൻ? Who is that man ആരാ പറയുന്നത് ദൈവത്തോട് who is saying this? ആ സങ്കീർത്തനം എഴുതിയ മനുഷ്യൻ. It's the man who wrote that psalm. ആരാ സങ്കീർത്തനം എഴുതിയ? Who wrote that song? ആസാഫ്. Asaph. 12 സങ്കീർത്തനം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. He wrote 12 psalms from. അതിനകത്ത് ജീവിതത്തെ മുഴുവൻ വിലയിരുത്തിയ ചൈള് പറയാ, ജീവിതം വിജയിക്കാൻ ഒറ്റ ഇടത്ത് എന്നാ മതി, ദൈവസന്നിധി ചെന്നാ മതി എന്ന്. And he said, there's only one place I need to be victorious, that's God's presence. എവിടാ? ദൈവസന്നിധി. God's presence. ദൈവസന്നിധി ചെന്നാനുള്ള ഗുണം. What is the benefit of God's presence? ആസാഫിനോട് ചോദിച്ചാൽ മതി. Just ask Asaph. ഈ ആസാഫ് ആരാന്നൊക്കെ പഠിച്ചാൽ അടുത്ത 10-15 മിനിറ്റേ ഉള്ളൂ. എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കണേ. And listen in the last 10 minutes. ഞാൻ കുറെ വാക്യം പറയും. I'm going to say several verses. വേഗം സ്ക്രീനിൽ ഇടുകയും വേണം. And they will put it on the screen. നിങ്ങൾ എഴുതിയെടുക്കുകയും വേണം. And you need to write it down. എഴുതിയെടുക്കുന്നത് കൊള്ളാം. And it's good that you're writing it. ഇവിടെ ഇട്ടേച്ച് പോരുത്, അത് വീട്ടിൽ Don't കൊണ്ടുപോകണം. leave it here, take it home കാരണം with you. പെന്തിക്കോസ്തുകാർക്ക് ഒരു കുഴപ്പമുണ്ട്, വെളിപ്പാട് കിട്ടുന്നതിന് മുമ്പ് അത് കൈമാറിക്കളയും. And so Pentecostals have a problem. If they receive the vision, they just leave it. ഇനി നോട്ടയിൽ എഴുതിയില്ലെങ്കിൽ ഹാർട്ടയിൽ എഴുതിയേച്ച് വേണം Even പോകാൻ. if you don't write it on your note, write it on your heart. ദൈവത്തോട് അടുത്തിരുന്നാൽ ഒരു മനുഷ്യന്റെ ലൈഫിൽ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താന്ന് ഞാൻ പറയാം. And I'll tell you the change that happens in a man's life when they're close to God. അതെന്താണെന്നറിയണേ? ആസാഫിന്റെ ചരിത്രം പഠിച്ചാൽ മതി. And you have to study the life of Asaph. ആസാഫിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1 ദിനവൃത്താന്തം 15:16. And in his life starts in 1 Chronicles chapter 15. 15 verse 16. 15:16 നമുക്കത് കാണാനായിട്ട് 1 Chronicles 15 verse 16. ആസാഫിന്റെ ചരിത്രം ആരംഭിക്കുക. And his story starts there. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? What does it say പിന്നെ there? ദാവീദ് ലേവ്യരിൽ പ്രധാനന്മാരോട് കിന്നരം, വീണ, കൈത്താളം എന്നീ വാദ്യധരങ്ങളാൽ സന്തോഷനാദ ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരെ നിയമിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യോവേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബെരക്കിയാവിന്റെ മകൻ ആസാഫിൻ. ഇവിടെയാണ് ആസാഫിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. And we see the story of Asaph start in chapter 15 where David is speaking to the leaders and appointing singers. ദാവീദിന്റെ ഗായക സംഘവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇവിടെ അല്ലേ? And it was relation to David's worship team. ദാവീദിന്റെ ഗായക സംഘം ഭയങ്കര ഒരു കാര്യമാണ്. And David's worship team is a big deal. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ചർച്ചിൽ കുറഞ്ഞത് ദാവീദിന്റെ ഒരു കോർ ടീം നമുക്ക് കിട്ടണമെന്ന്. And so we need a choir team. I always pray like David's choir എന്താ ഈ team. ദാവീദിന്റെ കോർ ടീമിന്റെ പ്രത്യേകത? What is unique about David's choir team? എണ്ണം ഒരു പ്രത്യേകതയായിരുന്നു. The number was unique. എത്രയാണെന്നൊന്ന് നോക്കിക്കേ. How much was it? 1 ദിനവൃത്താന്തം 23:5 സ്ക്രീനിൽ ഒന്നിട്ട് നോക്കിക്കേ. 1 Chronicles chapter 23. verses 5, 23 verses 5, 23:5. അവിടെ എണ്ണം നമുക്ക് കാണാൻ We see പറ്റും. the count there. ന്യായാധിപന്മാരും 4000 പേർ വാതിൽ കാവൽക്കാരും 4000 പേർ സ്തോത്രം പാടേണ്ടതിന്. 4,000 people praise the Lord. അപ്പൊ ആ ചർച്ച് സെക്യൂരിറ്റി 4000 ഉണ്ടായിരുന്നു. And the security in the church was 4,000. പിന്നെ സ്തോത്രം പാടാൻ എത്ര പേരായിരുന്നു? How many people sang? ഉറക്കെ പറ. 4,000. 4,000 people. അപ്പൊ ഒരു സഭയിൽ എത്ര പേര് വരെ പാട്ടുകാർ വരാം? How many singers can be in a church? ദാവീദിന്റെ കണക്കാണ് 4000 പേര് According to വരെ. David's math, it's 4,000. അപ്പൊ പാട്ടുകാരുടെ എണ്ണം കൂടുന്നത് ശരിയാണോ തെറ്റാണോ? Is it good that there should be more singers or not? ഞാൻ പറഞ്ഞു ഉള്ളവരെ മുഴുവൻ പിടിച്ചു I പാട്ടുകാരാക്കി. say put everyone as singers. എന്നിട്ട് എല്ലാരോടും കൂടെ പറയണം, And tell everyone, എല്ലാവർക്കും കൂടെ സ്റ്റേജിൽ നിൽക്കാൻ പറ്റാത്തോണ്ട് because you can't all stand on the stage, നിൽക്കുന്നിടത്ത് നിന്ന് ഉറക്കെ പാടാൻ just പറയണം. stand and sing from where you are. 4000 പാട്ടുകാർ. 4,000 singers. നമ്മളൊക്കെ ഈ ചർച്ചിലെ പാസ്റ്റേഴ്സ് അല്ലേ? We are the church pastors. എനിക്കറിയാം അരിസോണയിൽ അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന് I എനിക്കറിയാം. know in Arizona it's not an issue. പക്ഷേ ഇന്ത്യയിൽ അതൊരു കുഴപ്പമാണ്. In India it's a problem. മിക്കാറൊക്കെ ഒരു വീട്ടിൽ നിന്നായിരിക്കും 2-3 പാട്ടുകാർ വരുന്നത്. And so from one house comes 2 or 3 singers. അപ്പനും മക്കളും എല്ലാം കൂടെ വരുമ്പോഴത്തേനും മറ്റുള്ളവർക്കെല്ലാം കൂടെ ഒരു അസൂയ കയറാം. And so when everyone comes from one family, people start getting jealous. അപ്പൊ എന്നോട് ഇതെല്ലാം മുറുമുറുക്കുമ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ഒരു വീട്ടിൽ നിന്ന് എത്ര പാട്ടുകാരെ So when they all complain, I asked God and said, from one house, how many singers can come? അപ്പോഴാണ് 1 ദിനം
ദിനവൃത്താന്തം 26 കിടക്കുന്നു. For in 1 Chronicles chapter 26 verse 8, അവിടെ എഴുതിയിട്ടുണ്ട്, it says there, ഇവരെല്ലാവരും ഓബേദോദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. and so you are all from the house of Obed-Edom. അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദോദോമിനുള്ളവർ 62 പേർ. And from the house of Obed-Edom that was involved in worship was 62. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് എത്ര പേര് വരെ So വരാം? how many can come from one house? ഉറക്കെ പറ. 62 വരെ വന്ന ഒരു Even കുഴപ്പമില്ല. if 62 come, it's not a problem. പിന്നെ ഏത് വീട്ടിൽ നിന്നാ ഇത് വന്നത്? Which house did they come അമ്മ from? മനസ്സ് സീരിയലും കണ്ട് ബിഗ് ബോസും കണ്ട് 24 മണിക്കൂറും കാണുന്നേം പോകുന്ന ഉദ്ദേശിയുടെ കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്ന അമ്മാമ്മയുടെ അച്ഛന്റെ പിള്ളേരല്ലിത്. These are not children of the parents who watch serials all day and complain about pastors. പെട്ടകം വീട്ടിൽ വന്നപ്പം വീട്ടിൽ വന്നത് പെട്ടകമാണെന്നുള്ള തിരിച്ചറിവോട് പെട്ടകത്തിന്റെ മുമ്പിൽ തങ്ങളെ മറന്ന് ആരാധിച്ചവന്റെ തലമുറയെ ദൈവം അതിപ്രാപ്തരാക്കി മാറ്റി. This is the generation of those that honored the Ark of the Covenant. എന്റെ പ്രിയപ്പെട്ടവരെ, തലമുറയുടെ പ്രാപ്തി നിർണ്ണയിക്കുന്നത് നിങ്ങളാ. You are the one that determines the destiny of your generation. നിങ്ങളുടെ തലമുറയുടെ പ്രാപ്തി നിർണ്ണയിക്കുന്നത് നിങ്ങളാ. You determine the destiny of your generation. ഞാൻ അവിടുന്ന് മുന്നോട്ട് വരിക. And I'm moving forward. ആസാഫിന്റെ ചരിത്ര, The story of Asaph, 4000 പാട്ടുകാര്. 4,000 singers. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. You can imagine the stage. ഇങ്ങനെ നിരന്ന് നിൽക്കുക. They're lining up across ഇവിടെ the എത്ര പേരെ stage. വരെ നിർത്താൻ പറ്റും? How far can you put ഇത് them? മുഴുവൻ എടുക്കാണ് ഒരു 200 പേരെ നിർത്താൻ And how many people can you put on the പക്ഷെ stage? 4 പേര് നിന്നിട്ട് ഓർഗൻ വായിക്കുന്ന ആൾ അങ്ങേ മൂലക്കാ നിൽക്കുന്നത്. And so 4 people can even stand in that corner. അങ്ങനെയാണ് 4000 പാട്ടുകാരുടെ കൂട്ടത്തിൽ ഓർഗൻകാരൻ നിൽക്കുന്നത് എവിടാന്ന് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിനോട് ചോദിക്കണം, അല്ലെ പുള്ളി നിൽക്കുന്നിടത്തെ ലൊക്കേഷൻ പുള്ളി നമുക്ക് ഇട്ടു തരണം, അല്ലെ? You can imagine how many people would crowd a 4,000 singer stage. അപ്പൊ മിനിസ്ട്രി ആരംഭിച്ചപ്പോ ഏതോ ഒരു മൂലയ്ക്ക് നിന്നവൻ ആസാഫ്. And so when his ministry started, he was someone that was in the corner. എന്റെ ചോദ്യം, ദൈവത്തെ ബഹുമാനിക്കുന്നവൻ എന്ന് മൂലയ്ക്ക് നിൽക്കാൻ ദൈവം സമ്മതിക്കുമോ? And let me ask you, if you honor God, will he allow you to stand in the corner? 16:5 വായിച്ചേ. 16:5 വായിച്ചേ. Chapter 16 verse 5. 1 ദിനവൃത്താന്തം 16:5 1 വായിച്ചേ. Chronicles 16:5. ആസാഫ് തലവൻ. Asaph was the chief. Asaph is the leader. Asaph തലവൻ. And he was the chief. ഈ കഴിഞ്ഞ അധ്യായത്തിൽ 4000 പേരുടെ കൂടെ മൂലക്കായിരുന്നു. In the previous chapter, he was part of 4,000. പക്ഷേ ഇന്ന് അവൻ ലീഡറായി മാറി. Now he was the leader. ദൈവത്തെ ഒരുത്തൻ ബഹുമാനിച്ചാൽ അവന്റെ ലൈഫിൽ ഇതുവരെ തുറക്കാത്ത ഒരു പുതിയ അധ്യായം ദൈവം If you തുറക്കും. honor God, he will open a new way for you. Yes, Hallelujah. മനസ്സിലാകുന്ന എത്ര പേര് How many of you ഇതിനകത്ത് understand? മനോഭാവത്തിന് ദൈവസന്നിധിയിൽ ഒത്തിരി പ്രത്യേകതയുണ്ട്. And your mindset has a big importance. ദൈവരാജ്യത്തിൽ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ മനോഭാവത്തിന് പ്രത്യേകതയുണ്ട്. If you want to receive, your mindset is നീ important. കൂട്ടത്തിൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവനല്ല, നിന്നെ ദൈവം ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരും. You're not to be part of the crowd, but God wants you for leadership. ഇനി 10 അധ്യായം കൂടെ മുന്നോട്ട് പോയേ. And let's go another few chapters forward. 25 ഒന്ന് വായിച്ചേ. Chapter 25 verse 1. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? What does it talk about ഒന്ന് there? ദിനവൃത്താന്തം 25:1. And 1 കിന്നരം, Chronicles 25 വീണ, verse 1. കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്ന ആസാഫ്. And we see an Asaph who used all these instruments to prophesy. ഓർഗൻ വായിക്കാന്നല്ലേ ആന്റി പറയുന്നത്? It's not just the piano. ഗിറ്റാർ വായിക്കാന്നല്ലേ പറയുന്നത്? It's not just the guitar. ഓർഗൻ കൊണ്ട് പ്രവചിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Have you seen someone prophesy with the piano? ദൈവം ഒരുത്തന്റെ മേൽ അഭിഷേകം കൊടുത്താൽ താളം പോലും പ്രവചനമായി മാറും. When the anointing comes down, even playing an instrument is ഇന്ന് prophecy. രാത്രി ദൈവം ചിലരെ അഭിഷേകം ചെയ്യുന്ന രാത്രിയാ. Tonight is the night someone God നിന്റെ is going to anoint you. ശബ്ദത്തിന്റെ അധികാരത്തെ ദൈവം മാറ്റുമെന്ന്. He's going to change the authority of your voice. ദൈവരാജ്യത്ത് നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാനുണ്ട്. God is going to use you for his ഞാൻ kingdom. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതിലെ കർത്തൃദാസന്മാരെ കണ്ടുകൊണ്ട് ആത്മാവി പ്രവചിക്കുക. And I'm saying to the servants of God, നിങ്ങളുടെ കാലം വരാൻ പോകുന്നതേ your ഉള്ളൂ. time is yet to come. അരിസോണയിലെ ഉണർവ് ആരംഭിക്കാൻ The പോകുന്നതേ revival in ഉള്ളൂ. Arizona is yet to become. എത്ര പേര് രാത്രി അത് How വിശ്വസിക്കുന്നുണ്ട്? many of you believe that today? ശബാരാധന. Hallelujah. Hallelujah. 1-2 കാര്യം കൂടെ പറഞ്ഞു ഞാൻ Let നിർത്താം. me say a few more things. ഇനി 2 ദിനവൃത്താന്തം 5:12 വരുമ്പോ അവന്റെ തലമുറയിലേക്ക് ഈ മാറ്റം Now we see കൈമാറുക. the generation of Asaph in 2 Chronicles 5. അവര് നിൽക്കുന്നിടത്ത് ഗ്ലോറി ഇറങ്ങുക. And wherever they are, the glory comes down. ഇനി 20:14 നോക്കുക. 2 ദിനവൃത്താന്തം 20:14. And 2 Chronicles 20 verse 14. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? What does it say there? 20:14. Verse 14. അപ്പോൾ സഭാമധ്യേ വെച്ച് In the midst of the congregation, യഹോവയുടെ ആത്മാവ് the Holy Spirit, സഭയുടെ അകത്ത് നിന്റെ തലമുറയെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പോവാ. and I'm going to tell you how he uses the next generation. ആസാഫിന്റെ മകനായി, The son of Asaph, മദന്യാവിന്റെ മകനായി, യെയ്യേലിന്റെ മകനായി,
ബെനയാവിന്റെ മകനായി സെക്കരിയാവിന്റെ മകനായി യഗസിയേൽ എന്ന ലേവ്യന്റെ മേൽ വന്നു. And we see the Holy Spirit come down on the sons of Asaph several generations down. എത്രാമത്തെ തലമുറ? Which generation? Sixth generation. It is the sixth generation. ഇന്നലെ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? What did I tell you last മനോഭാവം night? ശരിയല്ലെങ്കിൽ നാലാം തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന ശാപം പറഞ്ഞല്ലേ നമ്മൾ ഇന്നലെ Did we അവസാനിപ്പിച്ചത്? end talking about the curse on the fourth generation? പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത് മനോഭാവം ശരിയാണെങ്കിൽ ആറാം തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന But the anointing, if your mindset is right, will come to the sixth generation. ഇവൻ ആരോടാ പ്രവചിച്ചേ? Who did he prophesy to? ഇവൻ ആരോടാ പ്രവചിച്ചേ? Who did he prophesy ഇവന്റെ to? വല്യപ്പൻ പ്രവാചകനായിരുന്നു. His grandfather was a prophet. പായലിരുന്ന 4 പേരോടാ He പ്രവചിച്ചത്. sat on the ground and പക്ഷേ prophesied. ഈ ആറാം തലമുറക്കാരൻ ആരോടാ But the പ്രവചിക്കുന്നത്? sixth one generation, who did he prophesy to? രാജാവിനോട് He പ്രവചിക്കുക. prophesied to the king. രാജാവിനോട് പ്രവചിക്കുക. To the king. എന്തിനാ ഈ കുഞ്ഞുങ്ങളെ അമേരിക്ക ദൈവം Why കൊണ്ടുവന്നത്? did your children come to America? എന്ന ഭാഷയാ ഇതുങ്ങടെ? What language they have? ഞാൻ ഇവരുടെ നാക്കേന്ന് കിട്ടാതെ വരുമ്പോ ഇവരുടെ ചിന്ത നോക്കി ഇവർ പറയുന്നത് എന്താണെന്നറിയാം. And so sometimes I don't understand what they say, so I look at the movement of their സായിപ്പ് lips. പറഞ്ഞാൽ മനസ്സിലാവും. And so even the American, a Caucasian, I can പക്ഷേ understand. ഈ പിള്ളേർ പറഞ്ഞ എനിക്ക് I cannot മനസ്സിലാവില്ല. understand the children. എന്തിനാ ഇതുങ്ങളെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്? Why are they like this? ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടച്ചാ And I saw the other day. ഡാളസിൽ ഒരു പാസ്റ്ററെ കണ്ടു. I saw a pastor in Dallas, പാസ്റ്റർ ലിൻസൺ Pastor Linson, വെൻട്രി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ചിന്റെ പാസ്റ്ററാ. and he's a pastor of an American church, 4000-5000 പേര് കൂടുന്ന സഭയുടെ a പാസ്റ്റർ. 4,000 member church. റാന്നിന്ന് 4 പിതാക്കന്മാർ. അത് എനിക്കറിയാം, കപ്പാമുട്ടിലെ അച്ഛനൊക്കെ വിടിരിപ്പുണ്ട്. ആദ്യകാലത്ത് ബെന്തിക്കോസി വന്ന മർത്തോമ കുടുംബങ്ങളിൽ ഒന്ന് ആ കുടുംബമൊക്കെ. And so they're one of the founding members of Pentecostalism in Kerala. പക്ഷേ അപ്പൊ തന്നെ ഈ യാക്കോബ സമൂഹത്തിൽ നിന്ന് 4 പിതാക്കന്മാർ ഈ ഇങ്ങനെ റാന്നിന്ന് ബെന്തിക്കോസി വന്നു. And so these 4 generations from the Jacobite background, they came to the ഒന്ന് Pentecostal faith. വളയനാട്ട് പുന്നച്ചൻ, 2 പള്ളത്തിട്ടച്ചൻ, 3 പുതുപ്പറമ്പിൽ അവർ അച്ഛൻ. അതിനകത്ത് ഈ പള്ളത്ത് വളയനാട്ട് പുന്നച്ചന്റെ 4ാം തലമുറക്കാരനായി ഇവിടെ 5000 പേര് കൂടുന്ന സഭയുടെ പാസ്റ്ററായിട്ട് And so one of those converts from the Jacobite, his grandson is the pastor of a 4,000 member church in Dallas. നിങ്ങളുടെ 6ാം തലമുറയെ ദൈവം ഉപയോഗിക്കും. God is going to use your 6th generation. ഇവിടെ ദൈവം കൊണ്ടുവന്നത് കുറെ ജോലി ചെയ്ത് സോഷ്യൽ സെക്യൂരിറ്റി മേടിച്ച് ഇവിടെ ഇരിക്കാനല്ല, നമ്മുടെ തലമുറ ഈ രാജ്യത്തെ നിയന്ത്രിക്കാൻ പോകുകയാണ്. You're not here to work and collect social security. God is going to use your generation. ഒറ്റ വാക്യം കൂടെ പറഞ്ഞേക്കാം. 35:15 2 ദിനവൃത്താന്തം 35:15. And 2 Chronicles 35 verse 15. അവരെ ദൈവം ഒരു സ്ഥാനത്ത് കൊണ്ട് And നിർത്തിയിരിക്കുക. God has brought them to a place. സ്ഥാനത്തിന് വേണ്ടിയല്ല, Not for position. സ്ഥാനത്ത് കൊണ്ട് He has നിർത്തിയിരിക്കുക. put them in a position. ഇന്നൊരു സ്ഥാനത്ത് വന്ന് നിൽക്കുമ്പോ When they have come there, അവര് പറയാ, ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ and they're നല്ലത്. saying, it is good that I'm close to God. എന്താ ദൈവത്തോടടുത്തിരുന്നുള്ള ഗുണം? What is the benefit? 73:24 സങ്കീർത്തനത്തിൽ പറയാ, And that Psalm 73 says, ആലോചനയാൽ നടത്തും, you will lead me with your counsel പിന്നെ മഹത്വത്തിലേക്ക്. and then receive me to glory. ഞാൻ അതിനെ നേരെ തിരിച്ചു പറയട്ടെ. And let me tell you that. മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നിടം വരെ ആലോചനയാൽ നടത്തുന്ന ഒരു ദൈവം. And he is the God that leads us to glory with his counsel. അപ്പൊ ദൈവത്തിന്റെ മനോഭാവത്തിന് പ്രത്യേകതയുണ്ട്. So what is the mindset uniqueness of God? ദൈവസ്ഥലത്തിൽ എന്തൊക്കെ ചെയ്യണം? What do we need to do? പറ. കേൾക്കണം, We need to listen. പറയണം, We need to speak. ചെയ്യണം. And we need to do. ചെയ്താൽ And if we do that, നിന്റെ തലമുറയുടെ മേൽ ഒരു ആദരവ് ദൈവം. God will change your generation. അത് മാത്രമല്ല, Not just that. ആലോചനയാൽ നടത്തും, He will guide you with his counsel. മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കും. He will lead you to ഈ glory. മെസ്സേജ് മനസ്സിലായവരൊക്കെ How കരവുയർത്തും. many of you understood this message? ഞാനൊരു കാര്യം കൂടെ മാത്രം പറയാം. I'm going to say one more thing. മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നിടം വരെ To receive, to come into glory, ആലോചനയാൽ ദൈവം നമ്മെ നടത്തും. he will guide us with his വഴി counsel. പറഞ്ഞു തരും. He will tell us his way. വഴി പറഞ്ഞു തരും. He will guide us in his way. അബദ്ധം പറ്റത്തില്ല, അബദ്ധം പറ്റത്തില്ല. There will be no mistake. ഈ യാത്ര നിത്യതയിൽ This അവസാനം. journey ends in eternity. നമ്മുടെ കർത്താവിനെ നമ്മൾ മുഖാമുഖം കാണും. We will see our Jesus face to face. മൂടുപടം നീങ്ങിയ മുഖത്ത് നമ്മുടെ കർത്താവിനെ That veil will be removed. എല്ലാ കണ്ണുകളും അടച്ചു. Let every eye be closed tonight. ശബാരാ. Hallelujah. കർത്താവിന്റെ വരവെടുത്തിരിക്കുന്ന ഈ കാലം, In this time where his coming is close, ഈ യഹൂദ വിവാഹവുമായിട്ട് ബന്ധമുള്ള പല കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. and there's many things written in the Bible about the Jewish wedding. അതിനകത്തൊന്നാണ് നമ്മുടെ നിത്യതയുമായിട്ടുള്ള ബന്ധത്തെ പറയുന്നത്. And one of those things is related to our eternity. യഹൂദ വിവാഹത്തിന് 2 വശങ്ങളാണുള്ളത്. And there's 2 things in the Jewish. ഒന്നാമത്തെ വശം
വിവാഹ നിശ്ചയമാണ്. അതിന് എറൂസിൻ എന്നാ പറയുന്നത്. And the first year is the proposal for the wedding. ആ എറൂസിനിൽ നടക്കുന്നതെന്ന് പറയുന്നത് ഒരു പുരുഷൻ വന്നൊരു സ്ത്രീയെ ഇഷ്ടപ്പെടുകയും അവളുടെ കയ്യിൽ ഒരു റിങ് ഇടുകയും അവളുടെ മുഖത്തൊരു മൂടുപടമിടുകയും അവന്റെ അധ്വാനത്തിൽ ഒരു വിഹിതം ദ്രഹ്മയെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യും. And so in the Jewish wedding, the first year is the proposal where he will see the girl and give her a ring and cover her face with the veil. എന്നിട്ട് അവളോടായി പറയും, And he will tell her, നിനക്കൊരു വീടൊരുക്കാൻ ഞാൻ പോവാ. I'm going to prepare a place for you. എന്ന് വീടൊരുക്കുവോ അന്ന് നിന്നെ ചേർക്കാൻ. And when I prepare that place, I'll bring you there. ശവസംസ്കാരം നടത്തുമ്പോൾ ഈ പാസ്റ്റർമാർ അവസാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. And when there's a funeral, these pastors say one thing. എന്താ പറയുന്നത്? What do they say? ഉത്തരവാദിത്തപ്പെട്ടവർ ഒന്ന് മുഖം മൂടാൻ പറയും. And so those who are responsible cover the face. അന്നേരം അച്ഛൻ പറയാതെ നമ്മളോട് പറയാ, And so one will say, ഇതുവരെ നിങ്ങളുടെ കൂട്ടുവിശ്വാസിയായിരുന്നു ഞാൻ. and until now I was your believer. ഇന്ന് ഞാൻ ഭൂമിയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയുക. Now tonight I am no longer responsible. എനിക്ക് ജീവൻ തന്ന കർത്താവിന്റെ മണവാട്ടി എന്ന പദവിയിൽ Now I have the responsibility as the groom of Christ. അവൻ ഒരുക്കുന്ന വീടിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. And now I'm waiting for that home. എന്ന് അവൻ വരുമോ? When is he going to come? എന്ന് കാഹളം മധ്യാകാശത്തിൽ When is that trumpet going to sound? അന്ന് മൂടുപടം നീങ്ങും. That veil will be removed. എന്റെ കർത്താവിനെ ഞാൻ കാണും. I'm going to see my Jesus. നിങ്ങളും കാണും. You will also see. എങ്ങനെ കാണും? തേജസ്സിൽ കാണും. And I will see him in glory. എത്ര പേർക്ക് പ്രത്യാശ? How many of you have this hope? എല്ലാ കണ്ണുകളും അടച്ചു. Let every eye be closed. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന്. Let us stand up this evening. എഴുന്നേറ്റ് പോകാനല്ല പറഞ്ഞത്, Not to എഴുന്നേറ്റ്. leave. എനിക്കറിയാം നിങ്ങൾ പോത്തില്ല. I know you won't leave. അത്രയ്ക്ക് ദൈവസാന്നിധ്യം ഇവിടെ. Because God's presence is here. ദൈവത്തിന്റെ സാന്നിധ്യമാണ് ചരിത്രത്തെ മാറ്റുന്നത്. God's presence will rewrite your story. ദൈവസന്നിധി കേൾക്കണം. Hallelujah. ദൈവസന്നിധി കേൾക്കണം. You need to listen. ദൈവസന്നിധി പറയണം. You need to speak. ദൈവസന്നിധി ചെയ്യണം. And in God's presence you need to do. എനിക്കറിയാം ഇന്ന് രാത്രി ഞാൻ മുന്നോട്ട് വിളിച്ചാൽ സകല മനുഷ്യരും പ്രാർത്ഥിക്കാൻ. I know if I call you forward, you all will come. ഞാൻ എല്ലാരെയും മുന്നോട്ട് വിളിക്കുന്നില്ല. I'm not going to call everyone forward. പക്ഷേ ഇന്ന് രാത്രി എനിക്കൊരു മാറ്റം വേണം പാസ്റ്റർ. But if you say, Pastor, I need a ഈ change. പറഞ്ഞ വചനം എന്നിൽ നിറവേറണമെന്ന് കൊതിയുള്ള എത്ര പേര്? How many of you want this word to be fulfilled? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു നിയോഗമാണ്. And I have an unction to pray for you. എല്ലാരും വരണ്ട. Not everyone needs to എല്ലാരും come. വരണ്ട. Not everyone needs to പക്ഷേ come. ഇന്ന് രാത്രി ഈ മെസ്സേജ് നിങ്ങളെ തൊട്ടെങ്കിൽ, But if this message touched you, നിങ്ങൾക്കൊരു പ്രാർത്ഥന if ആവശ്യമുണ്ടെങ്കിൽ you need a prayer, വേഗം നിങ്ങൾ മുന്നിലേക്ക് then വന്നാട്ടെ. come forward. യെസ്, വേഗം വന്നാട്ടെ. Come quickly forward. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ തൊടുന്ന രാത്രിയാണ്. This is the night God is going to ഒത്തിരി touch. പേരെ ദൈവം തൊടുന്ന God is രാത്രിയാണ്. going to touch many of you. സഹോദരങ്ങളെ വേഗം വന്നാട്ടെ. Come quickly. Come quickly to the front. ഈ മുന്നോട്ട് കയറുന്ന